ഷലോം. നെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഷബാത്ത് ഷലോം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്, ഞാനിതൊന്നെടുത്ത് വെച്ചോട്ടെ. ഇപ്പം ശരിയാക്കാതെ. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ഷബാത്ത് ദിവസം. ഇന്നാണ് ഷബാത്ത്. അപ്പം എല്ലാവരും ശബത്ത് ആചരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഷബാത്ത് ഷലോം. ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞിരുന്നു ലൈവില്, അതുകൊണ്ടാണ് ലൈവ് രാവിലെ തന്നെ വന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സഹോദരങ്ങളെ. ഞാൻ ഇന്നലെ ലൈവ് വന്നിരുന്നു, പക്ഷേ ലൈവിൽ ഇന്നലെ വന്ന് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറയാനുള്ള സമയമോ സന്ദർഭങ്ങളോ ഒന്നും തന്നെ എനിക്ക് കിട്ടിയില്ല. സത്യത്തിൽ ലൈവ് വന്ന് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റിയില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഞാൻ പൊതുവേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കറിയാം, ഞാൻ യെരുശലേമിൽ അന്നു മുതൽ ഇന്നു വരെയും ഞാൻ യെരുശലേമിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിന്ന് സംസാരിക്കുന്നത്. എൻ്റെ പഠിപ്പിക്കലുകൾക്കോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശപ്പെട്ടവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത്, ഞാനൊരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് ഇന്നുവരെയും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. അപ്പം ഈ യൂട്യൂബിൽ അത്യാവശ്യം വീഡിയോകൾ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ. കാരണം മുമ്പ് കുറേ വീഡിയോ ഇട്ടിരുന്നു, അതെനിക്ക് യൂട്യൂബ് അക്കൗണ്ട് എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. അത് കണക്ക് എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് എനിക്ക് നഷ്ടപ്പെടുകയും പുതിയൊരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയെങ്കിലും അതിനകത്ത് വലുതായിട്ട് വീഡിയോകൾ ഞാൻ ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ടൈം കിട്ടാറില്ല. പിന്നെ എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്. ലൈവ് ആകുമ്പോൾ ചുമ്മാ വന്നങ്ങ് ചെയ്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഒരു വരുമാനം കണ്ടെത്തുന്ന ഒരാളല്ല ഞാനെന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ. കാരണം എനിക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. വരുമാനം സമ്പാദിക്കുക, പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇട്ടിരിക്കുന്നത് ലൂസാണെന്നോ? ഇത് ലൂസാണെന്നെങ്കിലും നല്ലതല്ലേ? ഡ്രസ്സിനെ കുറിച്ചായിട്ടോ ചോദിച്ചിരിക്കുന്നവര്. ഡ്രസ്സ് ലൂസാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരി ഗ്രേസി ജോസഫെ, വെറുതെ അവരുടെ കയ്യിൽ നിന്ന് അടി മേടിക്കല്ലേ ഗ്രേസി ജോസഫെ. ഒരു കമന്റ് ഇട്ടിട്ട് അതിന്റെ ബാക്കിയായിട്ട് അടുത്ത കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അപ്പൊ ഇടുമ്പോൾ ഒരേപോലെ തന്നെ എന്ത് ചെയ്യുക, കമന്റ് ഇടുക. ആ രണ്ട് കമന്റും കൂടി ചേർത്ത് എനിക്ക് രാവിലെ തന്നെ എൻ്റെ ഡ്രസ്സിനെ കുറിച്ചായിട്ടോ ചോദിച്ചിരിക്കുന്നത്. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ലൂസ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇത് ലൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ വണ്ണം വെയിറ്റ് ലോസ്റ്റ് ചെയ്തതെന്ന് വേണം പറയാനായിട്ട്. കുറേ ഡ്രസ്സുകളുണ്ട്. ആ ഡ്രസ്സുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറ്റിങ്ങിലൊക്കെ പോയി വെയിറ്റ് ലോസ്റ്റ് ഒക്കെ ചെയ്ത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഉള്ള ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം ഇടാൻ പറ്റുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. പക്ഷെ ചെയ്യാൻ പറ്റും. നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ കുറച്ച് ഹൃദയം കൊണ്ട് എഫേർട്ട് എടുക്കണം. എനിക്കിത് പറ്റും എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ആരും എന്ത് ചെയ്യാറില്ല, ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല എന്ന് വേണം പറയാനായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം വിചാരിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. വെയിറ്റ് ലോസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു, അതിനുവേണ്ടി എഫേർട്ട് എടുത്തു, ഞാനത് ചെയ്യുന്നു.
അതിനുവേണ്ടി പ്രത്യേകിച്ച് ജിമ്മിലോ കാര്യങ്ങളിലോ ഒന്നും കയറി ഇറങ്ങി നിരങ്ങേണ്ട ഒരു കാര്യവും ഇല്ല പ്രിയ സഹോദരങ്ങൾ. അതൊക്കെ വേസ്റ്റാണ് ജിമ്മിലൊക്കെ പോയിട്ട്. അമൽ രാജ്, പക്ഷെ ചേച്ചി അൽ കേരളത്തിൽ കാലുകുത്തിയാൽ ചേച്ചിയെ സുഡാപ്പികൾ അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നാണ് പറയുന്നത്. അത് നടക്കുമ്പോഴല്ലേ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. വല്ലപ്പോ കൂടിയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലൊക്കെ പോകുന്നത് നല്ലതൊക്കെയാണ്. എന്തായാലും സുഡാപ്പികൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് എന്തുവാ തീഹാർ ജയിലിൽ കൊണ്ടൊന്നും ഇടത്തൊന്നുമില്ലല്ലോ. അങ്ങനെ ചെയ്യുവോ? കൂടിപ്പോയാൽ എന്ത് ചെയ്യുമായിരിക്കും? 14 ദിവസം റിമാൻഡിൽ വെക്കുമായിരിക്കും. അത്രയല്ലേ നടക്കത്തുള്ളൂ. അതിൽ കവിഞ്ഞതൊന്നും ചെയ്യാൻ പോണില്ല, ഒന്നും നടക്കത്തില്ല. ഇന്ത്യ മഹാരാജ്യത്ത് മതനിന്ദ നടത്തി എന്നുള്ള പേരിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ എന്ത് സംഭവിക്കുമായിരിക്കും? മതനിന്ദ നടത്തി, ശരി എന്ന് പറഞ്ഞിട്ട് കോടതി എന്ത് ചെയ്യും? ഇവളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു എന്ന് പറയുമോ? അതോ ഇവിടൊക്കെ 3 വർഷം 4 വർഷം കഠിന തടവ് കൊടുക്കുന്നു എന്ന് പറയുമോ? ഒരിക്കലും നടക്കുന്ന കാര്യമൊന്നുമില്ല. അതൊക്കെ സ്വപ്നം കണ്ട് ജിഹാദികൾക്ക് ഇങ്ങനെ ഇരിക്കാം. ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിഹാദികൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പറയാം. ഓരോ സംരംഭത്തിലും രാജ്യത്തെ പാർട്ടിപരമായിട്ട് നിൽക്കുന്ന നേതാക്കന്മാരെല്ലാം തന്നെ ജയിലിലൊക്കെ കിടന്നിട്ട് വന്നവരൊക്കെ തന്നെയാ. അങ്ങനെയൊക്കെ തന്നെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്ന പറയുന്നത് ഫേമസ് ആകുന്നത്. ആ കൂട്ടത്തിൽ എനിക്കും ഒരു അവസരം കിട്ടിയാൽ ഞാനും പോകും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവര് ജയിലിലടയ്ക്കും, കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പേടിച്ച് ജീവിക്കാൻ പോയി നടക്കുന്നവര് ജയിലിലടച്ച് കഴിഞ്ഞാൽ ഇവര് കൂടിപ്പോയ 14 ദിവസം, അത്രയൊക്കെ ഉള്ളൂ. അതിൽ കവിഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിന്റെ പേരില്. പിന്നെ എന്തെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും? ഞങ്ങളുടെ കൊതമത് നബിയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടോ. അതിന് ഇവരുടെ നബിയുടെ പേര് കൊതമത് നല്ലതല്ലോ, മുഹമ്മദ് എന്നല്ലേ? അതോ ഞങ്ങളുടെ ദൈവത്തെ പരിഹസിച്ചു. അപ്പൊ അവരുടെ ദൈവത്തിന്റെ പേരെന്തുവാ? തള്ളാഹു. ഞാൻ തള്ളാഹു എന്നല്ലേ പറഞ്ഞേ? അല്ലാതെ ഞാൻ അല്ലാഹു എന്ന് പറഞ്ഞില്ലല്ലോ, തള്ളാഹു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ തള്ളാഹുവിനെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുവോ? ഇത് എന്താ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? ഒന്നിലും ഞാൻ തള്ളാഹു എന്ന് പറഞ്ഞെങ്കിൽ അത് അവരുടെ ദൈവത്തിന്റെ പേരാണെന്ന് അവർ കോടതി തെളിയിക്കണം. റീന തള്ളാഹു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ദൈവത്തെ ആക്ഷേപിച്ചു. ഞാൻ തള്ളാഹു എന്ന് പറഞ്ഞ ദൈവത്തെ ആക്ഷേപിച്ചത് നിങ്ങളുടെ ദൈവമാണെന്ന് അവരാ തെളിയിക്കേണ്ടത്. ഞങ്ങളുടെ നബി ഇവിടെ കൊതമതെന്ന് വിളിച്ചു. അതെന്താ നിങ്ങളുടെ നബിയുടെ പേര് കൊതമതെന്നാണോ എന്ന് ചോദ്യങ്ങൾ വരത്തില്ലേ പ്രിയ സഹോദരങ്ങളെ? അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ ഒന്നും ഓർത്തൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു ടെൻഷനും ഇല്ല. യുവമാര് കേസ് കൊടുക്കും, ആന കൊടുക്കും, മറ്റത് കൊടുക്കും, മറിച്ചത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാലം കൊട്ടേ പറയാൻ തുടങ്ങിയതാ. നടക്കട്ടെ നല്ലതുപോലെ നടക്കട്ടെ. ഒരു മണ്ണാങ്കട്ടയും ചെയ്യാൻ പോണില്ല ആരും. അതൊക്കെ പണ്ടത്തെ കാലമായിരുന്നു. കാലം മാറി. പണ്ട് പേര് മുഹമ്മദ് എന്ന് എഴുതിയാൽ തന്നെ തലവെട്ടുന്ന കാലഘട്ടമായിരുന്നു ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് തലവെട്ട് നടക്കത്തില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്തു? കയ്യും കാലും വെട്ടലും ഒക്കെ ആയിട്ട് മാറി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മുഹമ്മദ് എന്ന് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ, അല്ലാതെ നമുക്ക് എത്രയോ വഴികളുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പൊ കൂട്ടമായിട്ടും ഏറിൽ തന്നെയാണ്. ബെന്നി ജോർജ്, റീന വെയിറ്റ് ലോസ് ചെയ്ത ടിപ്സ് ഒന്ന് പറഞ്ഞു താ പ്ലീസ്. നിങ്ങൾക്ക് എന്നെപ്പോലെ എഫേർട്ട് എടുക്കാൻ പറ്റുമോ പ്രിയ സഹോദരങ്ങളെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്? നിങ്ങൾക്ക് എന്നെപ്പോലെ എഫേർട്ട് എടുക്കാൻ പറ്റും? പണ്ടുണ്ടല്ലോ എനിക്ക് എൻ്റെ ഒരു സ്വഭാവം എന്താണെന്നറിയാമോ? ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടാകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നല്ലതുപോലെ അങ്ങ് ഫുഡ് കഴിക്കും. എനിക്ക് വീട്ടിൽ കിട്ടുന്ന ഫുഡുകളെല്ലാം ഏത് ഫുഡാണെങ്കിലും ഞാൻ എടുത്ത് വെച്ച് അങ്ങ് കഴിക്കും. ഒരു ചരുവം ബിരിയാണി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആ ചരുവം ബിരിയാണി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ 3 പ്ലേറ്റ് തീർത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും തിന്നും. ഇങ്ങനെ തിന്ന് എന്റെ ടെൻഷൻ മുഴുവനും ഭക്ഷണത്തിൽ തീർക്കും. അതെന്തൊരു സ്വഭാവമാണ്. പണ്ട് ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് 84 kg ഉണ്ടായിരുന്നു, 84 കിലോ ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് അത്രയൊന്നും വരേണ്ടതല്ല. പക്ഷെ എന്ത് ചെയ്യാനാ? അലക്സിന്റെ കൂടെ ജീവിച്ച് അലക്സിന്റെ പീഡനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് എനിക്ക് എന്നെ തന്നെ അങ്ങ് ഇനി ഇങ്ങനെ ജീവിച്ചാൽ എന്താ, ജീവിച്ചില്ലെങ്കിൽ എന്താ, അടി കൊണ്ടാൽ എന്താ, കൊണ്ടില്ലെങ്കിൽ എന്താ, വണ്ണം വെച്ചാൽ എന്താ, വെച്ചില്ലെങ്കിൽ എന്താ എന്നുള്ള രീതിയിൽ ഞാൻ 84 kg വരെ വന്ന് എന്നെ എല്ലാവരും വിളിച്ച് കളിയാക്കുമായിരുന്നു. എൻ്റെ വീട്ടുകാരെല്ലാം കുട്ടിയാന വരുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം അങ്ങനെ ഉരുണ്ട് തിരണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഞാൻ. അപ്പം ഞാനിങ്ങനെ അലക്സ ആ സമയത്ത് ഇവിടെ പോയിരുന്നു. എവിടെയാ? ഖത്തറിൽ ജോലിക്കായിട്ടൊരു
ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞ് പറയണ്ട. അത് 3 മാസം ചാടി വരും തിരിച്ച്. അങ്ങനെ ഖത്തറിൽ ജോലിക്ക് പോയപ്പോഴത്തേക്ക് റിലാക്സ്, ആരുമില്ല. എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും മാത്രമായിട്ട് മാറിയത് കൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, അന്ന് മുതൽ രാവിലെ 1 അവർ നടക്കാൻ പോകും, ഉച്ചയ്ക്ക് രാത്രിയിൽ വൈകിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഒരു 6 മണിക്ക് 1 അവർ നടക്കാൻ പോകും. അങ്ങനെ രാവിലെയും വൈകിട്ടും നടക്കാൻ പോയിട്ട് പിന്നെ അതിനിടയിലുള്ള ടൈമിലൊന്നും ഫുഡൊന്നും കഴിക്കത്തില്ല. വെറും മുന്തിരി ജ്യൂസ് മാത്രം ഞാൻ എന്ത് ചെയ്യും, 3 ഗ്ലാസ് മുന്തിരി ജ്യൂസ് രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ കുടിക്കും. അങ്ങനെ നടത്തയും മുന്തിരി ജ്യൂസും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇബ്രാഹിം അബ്ദുള്ള, ഒരു മിനിറ്റ് പ്രിയ സഹോദരങ്ങളെ. ഇബ്രാഹിം അബ്ദുള്ള മോവൽ, ഒരു മിനിറ്റ്. ഒരു കോയയ്ക്ക് ഒരു ഹായ് പറയണമെന്ന് ഒരു ചെറിയ താല്പര്യം. കോയയുടെ ഉമ്മയുടെ പേരിന് എല്ലാം ഇട്ടിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പം ഇബ്രാഹിം അബ്ദുള്ള മോവൽ കോയയുടെ ഉമ്മയുടെക്ക് ഒരു ഹായ് പറയുമോ റീന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉമ്മയുടെ പേര് പുണ്ടച്ചി മോളെന്നെങ്ങാണ്ട് അവൻ എഴുതിയിട്ടിരിക്കുന്നത്. ആണോ? കറക്റ്റാണോ സ്പെല്ലിങ്? ഇബ്രാഹിം ഉമ്മയ്ക്ക് ഹായ് പറയുമ്പോൾ കൃത്യമായിട്ട് എനിക്ക് പറയണം, അതുകൊണ്ട് ചോദിച്ചതാ. ഇബ്രാഹിം അബ്ദുള്ള മുവാൽ, കറക്റ്റാണോ സ്പെല്ലിങ്? ഒന്നുകൂടി നോക്കിയേ, കറക്റ്റാണോ എന്ന്. ഞാനിപ്പോൾ തെറ്റി പറയുന്നെന്ന് പറഞ്ഞ് വിഷമിക്കരുത്. ഉമ്മാന്റെ പേര് ഇബ്രാഹിം അബ്ദുള്ള. ഒരു മിനിറ്റ്, നമുക്ക് അബ്ദുള്ള ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. വിഷമിക്കണ്ട മോനെ, നിന്റെ ആഗ്രഹം ഇങ്ങനെ മാനിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് വല്ല പ്രയോജനമൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് ഫേമസ് ആകണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തെ ഞാൻ മാനിച്ചു തരാണ്ടിരിക്കുമോ? അപ്പൊ ഇതാണ് പ്രിയ സഹോദരങ്ങളെ ഇബ്രാഹിം മോവൽ. നമ്മുടെ ഇബ്രാഹിം അബ്ദുള്ള മോവൽ എന്ന് പറയുന്ന ഈ ഇബ്രാഹിമിന്റെ അബ്ദുള്ള മോവലിന്റെ ഉമ്മാന്റെ പേര് പുണ്ടച്ചി മോളാണ്. അപ്പൊ ഒരു ഹായ് പറയുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബ്ദുള്ള, അപ്പൊ നിന്റെ ഉമ്മ പുണ്ടച്ചി മോൾക്ക് ഒരു ഹായ് മതിയോ മോനെ? ഇത്രയും ഹായ് പറഞ്ഞാൽ മതിയോ? ഇനി അബ്ദുള്ളക്ക് ഷറഫു CP പോയി സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വന്നിട്ട് ബാക്കിയുള്ളത് ചോദിക്കേട്ടാ. മുഹമ്മദ് ജനീർ, സോറി മുത്തേ, പോയി സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കമന്റ് ഇട്ട് ചേച്ചിയോട് ചോദിക്കേട്ടാ, അതിന് ഉത്തരവൊക്കെ ഞാൻ പറയാം. അമൽ രാജ് PC, എവിടെയോ കിടന്ന് ഏതൊക്കെയോ കൂത്തിപ്പട്ടികൾ കുരയ്ക്കുന്നത് കേട്ടിട്ട് ഞാനിവിടെ കിടന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്കൊക്കെ എൻ്റെ പേജുകൾ ഇട്ട് എന്നെ എന്താ നെഗറ്റീവ് പറഞ്ഞ് വൈറലാകണമെങ്കിൽ വൈറലാകട്ടെ. എനിക്ക് അവരെ ആരെയും വൈറലാക്കണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല പ്രിയ സഹോദര, മനസ്സിലായോ? എവിടെയോ കിടന്ന് ഏതോ കൂത്തിപ്പെട്ടികൾ കിടന്ന് കുരയ്ക്കുന്നത് കൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? എനിക്ക് എവിടെയെങ്കിലും നിങ്ങൾ ഇവിടെ കിടന്ന് സൂര്യനെ നോക്കി കുരച്ചാ സൂര്യന് വല്ല ഇത് കുഴപ്പമുണ്ടോ? അത് രാവിലെയും പിറ്റേ ദിവസവും വന്ന് അതുപോലെ തന്നെ അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ഒരു കുഴപ്പവും തട്ടാത്തില്ല. എൻ്റെ ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് വന്ന് നോക്കിയേ കാലേ വാരി അടിക്കാൻ എനിക്ക് നല്ല വൃത്തിയാണ് അറിയാം. അല്ലാതെ വല്ലയിടത്തും വല്ലവളും കിടന്ന് കുരയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റീന ഇന്ന് വരയ്ക്കും അങ്ങനെയൊന്നും തരം താഴ്ന്നു പോയിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം. എനിക്ക് എൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഞാൻ എൻ്റെ ലൈവിൽ വരുന്നവരോട് മാത്രം മറുപടി കൊടുക്കുന്നവളാണ്. അല്ലാതെ പുറത്ത് ആരെങ്കിലും കിടന്ന് കുരയ്ക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടോ മറ്റുള്ളവരുടെ വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ ഇട്ട് കളിക്കുന്ന സ്വഭാവം ഒന്നും പണ്ട് തൊട്ടേ റീനയ്ക്കില്ല. ഇനി ഒട്ടും ചെയ്യാനും താല്പര്യപ്പെടുന്നില്ല. എവിടെയോ ഏതോ പട്ടികൾ കിടന്ന് കുരയ്ക്കുന്നു, കുരച്ചിട്ട് പോട്ടെ. പക്ഷെ എൻ്റെ വീട്ടിൽ കയറി വന്ന് കുരച്ചാൽ വിവരം പഠിപ്പിക്കും, അത്രേ ഉള്ളൂ. മനസ്സിലായോ? എന്നെ തെറി വിളിക്കണമെന്നൊക്കെ ഭയങ്കര മോഹവും ആഗ്രഹവും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വന്ന് സംസാരിക്കുക കേട്ടോ.
അതുപോലെ തന്തയ്ക്ക് മാരാണെങ്കിൽ സ്വന്തം പ്രൊഫൈലിൽ വാ. അല്ലാതെ പേടിച്ചും വരണ്ടും ഒക്കെ എന്നെ തെറി പറയാനായിട്ട് ഫേക്ക് ഐ ഡികൾ വരുന്നത് അത് അത്ര ശരിയല്ല കേട്ടോ. ഞാനിവിടെ ലൈവായിട്ടൊന്ന് സംസാരിക്കും. പക്ഷേ മനസ്സിലായോ? ഞാനിവിടെ നിന്ന് ലൈവായിട്ട് സംസാരിക്കുമ്പോൾ എന്നോട് ലൈവായിട്ടല്ലേ നിങ്ങൾ വന്ന് സംസാരിക്കേണ്ടേ? അപ്പൊ ഇബ്രാഹിമിനെ ഇബ്രാഹിം ഉമ്മയ്ക്ക് ഹായ് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞു ഇബ്രാഹിം അബ്ദുള്ള വിഷമിക്കരുത്. ഓക്കെ? അപ്പൊ ഇബ്രാഹിം അബ്ദുള്ള ഇതാണ്. വേണമെങ്കിൽ ഒരിക്കൽ കൂടി സഹോദരങ്ങളെല്ലാം ഒന്നുകൂടി കണ്ടേരാം. ഇബ്രാഹിം അബ്ദുള്ള നല്ലതുപോലെ ഞാൻ പരിചയപ്പെടുത്തിയില്ലെന്ന്. അവന്റെ ഉമ്മയുടെ പേര് പുണ്ടച്ചി മോളെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ആ ഉമ്മയ്ക്ക് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതേ ഇതാണ് ആള്. ഓഹ് അയ്യോ, കിണിക്കുന്ന കിണി കണ്ട ഉമ്മയുടെ. ഇങ്ങനത്തെ ഉമ്മയ്ക്ക് പേരും ഇട്ടിട്ട് എന്തൊരു കിണിയാടാ നീ കിണിക്കുന്ന ഇബ്രാഹിമേ. ആഹാ, എല്ലാ കൊതം കീറിയ സ്ഥലത്തും പോയി നിന്നിട്ടുണ്ട് അവൻ. ഇതാണ് ഇതാണെന്ന് തോന്നുന്ന ഉമ്മ. എന്തായിരുന്നാലും നിന്റെ ഉമ്മയ്ക്കൊരു ഹായ് പറഞ്ഞില്ലെന്ന് വേണ്ട. പുണ്ടച്ചി മോൾ ഉമ്മയ്ക്ക് സമാധാനമായാലും രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ച് വാങ്ങിച്ചിട്ട് പോയ ഇബ്രാഹിം അബ്ദുള്ള. ഇങ്ങനെ സഹോദരങ്ങളെ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, വരിക. അല്ലാതെ ഈ ഫേക്ക് ഐ ഡികളൊക്കെ കൊണ്ട് മനസ്സിലായോ? ഫേക്ക് ഐ ഡികൾ കൊണ്ടുവന്ന് വന്ന് വെറുതെ സമയം കളയരുത് നിങ്ങൾ. സ്വന്തം പ്രൊഫൈലിലൊക്കെ വന്ന് എന്നെ തെറി വിളിക്കുന്നവർ തെറി വിളിക്കുക. ഞാനിവിടെ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പം സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഞാൻ ചെയ്ത ഡയറ്റ് എന്ന് പറയുന്നത് അന്നത്തെ സമയത്ത് ഞാൻ ചെയ്തത് വെറും എന്താ പറയുന്ന മുന്തിരി ജ്യൂസും 3 നേരം കുടിക്കും. പിന്നീട് രാവിലെയും വൈകിട്ടും മുസ്തഫ നോ 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 ഞാനിപ്പോൾ പറഞ്ഞു വായി മൂടി വെച്ചതല്ലേ ഉള്ളൂ. മുസ്തഫ ബ്ലോക്ക് ചെയ്യിപ്പിക്കരുത് എന്നെ കൊണ്ട്. നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കണമോ? ഐ ആം ഹിയർ. ഞാനിവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണേലും വിളിക്കാം. ഞാനിവിടെ തന്നെയുണ്ട്. പക്ഷെ വിളിക്കുമ്പം ഒരു നേരത്തേക്ക് ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് തൊഴുത് സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് തൊഴുതിട്ടൊക്കെ വന്നിരുന്ന് വേണം മനക്കരുത്തൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് വേണം വന്നിരുന്ന് എന്നെ തെറി വിളിക്കാൻ. മനസ്സിലായോ? ജയചന്ദ്രൻ, ഒരു മിനിറ്റ് പ്രിയ സഹോദരങ്ങളെ. ജയചന്ദ്രന് ഒരു ചെറിയൊരു ചൊറിച്ചല്, ഒരു പണി അങ്ങ് കൊടുക്കണമെന്ന് ജയചന്ദ്രന്. അതിനെന്താ ജയചന്ദ്ര, നിനക്ക് പണി വേണമെന്ന്? ഇപ്പൊ തന്നേക്കാം. ജയചന്ദ്രന് ഒരു പണി വേണമെന്ന്. ജയചന്ദ്രൻ അയ്യോ കഷ്ടം. പിടിച്ചോളൂ ജയചന്ദ്ര. ഹേ 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 അങ്ങനെ പറയരുത്. ജയചന്ദ്രന് പണി നമുക്ക് കൊടുക്കാമല്ലോ. അതിനെന്താ? അപ്പൊ ജയചന്ദ്രൻ ചോദിക്കുകയാണ്, പഴയതുപോലെ കച്ചവടമൊന്നും നടക്കുന്നില്ല. അമ്മയും ഭാര്യയും കൊണ്ടുപോയി തുലുക്കന്മാർക്ക് കൊണ്ട് കൊടുക്കുന്ന കാര്യത്തിനകത്ത് പഴയതുപോലെ ഒന്നും വലിയ ബിസിനസ് ഒന്നുമില്ല. വെളിച്ചെണ്ണ മാത്രം ഫ്രീ ആയിട്ട് കിട്ടും. ബാക്കി മൊത്തവും എന്ത് ചെയ്യണം? ഇതാണ് ജയചന്ദ്രൻ. അപ്പൊ റീന വല്ല പണിയും കിട്ടുമോ എന്നാണ് ജയചന്ദ്രൻ ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സ്കോപ്പ് ഉള്ളത് ആകെ മലപ്പുറത്തും കോഴിക്കോട്ടുവാ. എന്തായാലും ആ ബിസിനസ് കുറച്ചുകൂടി ജയചന്ദ്ര കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ട് ആ ബിസിനസ് നടത്തിയാൽ ജയചന്ദ്രൻ രക്ഷപ്പെടുമെന്നാണ് എൻ്റെ ഒരു ഇത്. മനസ്സിലായോ? അപ്പൊ ഇപ്പം അമ്മയുടെയും ഭാര്യയുടെയും നടുവ് തളർന്ന് കിടക്കുന്നത് കൊണ്ട് പണിയൊന്നും എടുക്കാൻ വയ്യ പോലെ കൊതപോകും. അപ്പൊ അവന്റെ കുണ്ടി കൊണ്ട് കൊടുക്കട്ടെ റീന, നടക്കുമോ എന്ന് ചോദിക്കുകയാണ്. നിന്റെ കുണ്ടിക്ക് വലിയ വില ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജയചന്ദ്ര.
നിന്റെ മോള് വല്ലതും ഉണ്ടോ വീട്ടില്? ഒന്നുകൊണ്ട് കൊടുത്തു നോക്കുക, കച്ചവടം വല്ലതും നടക്കുമായിരിക്കും, പൊടി പൊളിക്കുമായിരിക്കും. പോകുമ്പം എപ്പോഴും എഴുതി വെക്കുക, വെളിച്ചെണ്ണ വരുന്നവർ കൊണ്ടുവരിക എന്നുള്ള ഒരു പോസ്റ്റും കൂടി നീ എന്ത് ചെയ്യണം, ജയചന്ദ്രൻ ജെ എഴുതി വെച്ചേക്കണം. ജേ ജേ ഉനക്ക് ജേ ജേ ജയചന്ദ്രൻ ജയ്ക്ക് മനസ്സിലായോ? എന്ത് ചെയ്യണം, നെഞ്ചിലോടൊരു പോസ്റ്റും കൂടി അങ്ങ് ഒട്ടിച്ച് വെച്ചേക്കണം. വെളിച്ചെണ്ണ വരുന്നവർ കൊണ്ടുവരിക, വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ് എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജയചന്ദ്ര പിന്നെ നീ കട്ട ഭാരം ഒളിക്കേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് വേറെ പണി ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. നിന്റെ കുണ്ടനായ നിനക്ക് വേറെ പണി തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുണ്ടൻ പണിയല്ലേ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. കേട്ടോ ജയചന്ദ്ര? അപ്പൊ ചെല്ല്, ഫേസ്ബുക്കിൽ കറങ്ങി നടക്കാതെ പോയി കുണ്ടൻ പണിക്ക് വല്ല പണിയും ഒപ്പിക്കാൻ പറ്റുമോ എന്ന് പോയി നോക്ക്. നിന്റെ പ്രൊഫൈലൊക്കെ ഇട്ട് കൊണ്ടുപോയിട്ട് ഉസ്താദുമാരുടെ പേജുകളിൽ കൊണ്ടുപോയിട്ട് നിന്റെ പ്രൊഫൈൽ കൊടുക്കുക, CV കൊടുക്കുക, ഒരു കുണ്ടിയുടെ ഒരു ഫോട്ടോയും കൂടി എടുത്ത് വെക്കുക. എന്നിട്ട് ജയചന്ദ്രൻ ചെയ്യേണ്ടത് ഒരു കുണ്ടിയുടെ ഒരു ഫോട്ടോയും എടുത്ത് വെച്ചിട്ട് നിന്റെ CVയും എടുത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ട് ഫോൺ നമ്പറും കൂടി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിനക്ക് പണി പട്ടേന്ന് വന്നോളും. പിന്നെ കൊതം പൊളിഞ്ഞു, കുണ്ടി പൊളിഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. പണി അന്വേഷിച്ച് വന്നവനാണോ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നിനക്ക് കഴിയണം. മനസ്സിലായോ? പണിയെടുക്കാനായിട്ട് വന്നവനാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം. മനസ്സിലായോ നിനക്ക്? അപ്പൊ ചെല്ല് ജയചന്ദ്രൻ. എന്തിനാടാ ഇരന്ന് അടി മേടിക്കുന്നത്? എടാ നിനക്കൊക്കെ അറിയത്തില്ലേ, എന്റെ പേജി വന്ന ഇരന്നാൽ അടി കിട്ടൂ എന്നുള്ളത് അറിയത്തില്ലേ? ഇരന്ന് അടി മേടിക്കുന്നതിലൊരു സുഖമാണല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഫേമസ് ആകാൻ വേണ്ടി, വേഗത്തിൽ ഫേമസ് ആകാൻ വേണ്ടിയിട്ടാ. രതീഷ് കൊച്ചു ഹായ്. ഓക്കെ, ഓക്കെ പ്രിയ സഹോദരങ്ങളെ, അപ്പം ഇനി ആരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും വരണമെങ്കിൽ വന്നോ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ജയചന്ദ്രനെ പോലെ ടിപ് ടോപ്പായിട്ടൊക്കെ വരണം. പണിയെടുക്കാൻ പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വരണം. മനസ്സിലായോ സഹോദരങ്ങളെ? അല്ലാതെ നിങ്ങൾ പോയാൽ ഒന്നും പണിയൊന്നും കിട്ടത്തില്ല. പണിയെടുക്കണമെങ്കിൽ ജയചന്ദ്രൻ ജയെ പോലെ ടിപ് ടോപ്പായിട്ടൊക്കെ വേണം പണിയെടുക്കാനായിട്ട് വരാനായിട്ട്. ഓക്കെ, അപ്പം ശരി. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം, ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്തുവാ, പിന്നെ രാവിലെ തന്നെ നമ്മുടെ ഗ്രേസി ചേച്ചി കമന്റ് ഇട്ട്, ആ ചേച്ചിയുടെ കമന്റിലൂടെയാണ് ഇങ്ങനെയൊക്കെ സംസാരം കയറി വന്നത് തന്നെ. ആക്ച്വലി ഞാനത് പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഹാ ഹി ഹു എന്ന് കോമഡി പറഞ്ഞു. നമുക്ക് ആ പാട്ടൊക്കെ ഇറക്കണ്ടേ? നമ്മുടെ എന്തുവാ, അതെ, കൊതം ഇൻഷുറൻസ് ചെയ്യണം മെൽവിൻ ബ്രദറെ. പോകുന്നവരെല്ലാം നല്ല വേഗത്തിൽ ഒരു പുതിയൊരു ഇൻഷുറൻസ് പോളിസി തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. കൊതം ഇൻഷുറൻസ് പോളിസി. നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് ഇട്ടാലോ? ഭയങ്കരമായിട്ട് പൊളിക്കുമെന്നാ തോന്നുന്നത്. കാരണം ഇവ ഇതിനകത്ത് വരുന്നവന്മാരുടെ എല്ലാം കൊതം ഇൻഷുറൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നല്ല ലാഭവും ആയിരിക്കും. പിന്നെ കോയമാർക്കാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് കൊതം എന്ത് ചെയ്യാൻ പറ്റുന്നത്, പൊളിക്കാൻ. എന്തുവാ, ഇൻഷുറൻസുകാർക്ക് പണി കൊടുക്കാതെ കൊതം പൊളിക്കാമെന്നുള്ളത് അവർക്ക് നല്ല വൃത്തിയാണോ അറിയാം. അതുകൊണ്ട് ബിസിനസ് ഭയങ്കരമായിട്ട് നടക്കുന്ന എനിക്ക് തോന്നുന്നതിനകത്ത്. എന്റെ ദൈവമേ, എന്തൊരു ലോകമാണെന്ന് നോക്കിക്കോണേ. സത്യത്തില് പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എന്റെ സഹോദരി, നിങ്ങൾ എന്തിനാണ് ഒരു മതത്തെ ഇങ്ങനെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ ഒരു മതത്തെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുകയല്ല. ഒരു മതത്തെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഒരു മതം മാറിയാൽ അതിനെ അടച്ച് ആക്ഷേപിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ അതൊരു മതമായതുകൊണ്ട് അതിന് വെള്ളപൂശി എനിക്ക് കൊടുക്കാൻ പറ്റുമോ? പ്രിയ സഹോദരങ്ങളെ, ഒരു മതം എന്ന് പറയുമ്പോൾ ആ മതം ഇത്രയും കാലം, അയ്യോ എന്റെ ദൈവമേ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തുണ്ടല്ലോ, എന്തുവാ പിന്നെ പാട്ടൊക്കെ പാടുന്ന ഹീരാമലയിൽ ഏകനായി തപസ്സിൽ നീ ഉണർന്നപ്പോൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. കൊതമതിനെ കുറിച്ച് അന്ന് എഴുതിയ പാട്ട്. അപ്പൊ ആ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാരുടെയൊക്കെ അസ്ഥികളെല്ലാം ഇങ്ങനെ കൊതമത് നബി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് മുത്തുനബി
ഭയങ്കര എന്തോ സംഭവമാണ് അവർക്ക് സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്ക് അങ്ങനെയാ കഥ പറഞ്ഞു തന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പരിസരവാസികളായിട്ടുള്ള എൻ്റെ കൂട്ടുകാരികളെല്ലാം മുസ്ലിം കുട്ടികളായിരുന്നു. അപ്പൊ ഇവളുമാരുമായിട്ട് ഞാൻ നടക്കുന്ന സമയത്ത് ഇവര് കഥ പറഞ്ഞു തരുന്നതൊക്കെ ഇവരുടെ കൊതമത് നബി ഇങ്ങനെ ഹീരാ ഗുഹയിൽ പോയപ്പോഴത്തേക്കും ആ ഹീരാ ഗുഹയിൽ വെച്ച് ഇങ്ങനെ തള്ളോഹു ബാക്കി വായിൽ കൂടി അങ്ങ് ഇറക്കി കൊടുത്തു. അങ്ങനെ അവിടെ കിടന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങനെ കിട്ടിയതാണ് ഈ പിന്നെ വഹിയൊക്കെ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ് എഴുതിയിരുന്നത്. ആ പാട്ട് ഏത് പാട്ടായിരുന്നു പ്രിയ സഹോദരൻ? അതിന്റെ തുടക്കം ഏതായിരുന്നു ഈ പാട്ടിന്റെ? ആ പാട്ടിന്റെ വരി ഇങ്ങനെയാണ്: ഹീരാമലയിൽ ലേഖനായി, ഹീരാമലയിൽ ലേഖനായി, തപസ്സിന് ഉണർന്നപ്പോ അയ്യോ, ആ പാട്ടിന്റെ വരിയുടെ ഫസ്റ്റ് മറന്നു എനിക്ക്. പോട്ടെ, സാരമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെയാ മനസ്സിലാക്കി വെച്ചതും നമ്മളെയും പഠിപ്പിച്ചത് അങ്ങ് പറഞ്ഞു തന്നത് അങ്ങനെ തന്നെയാണ്. ഇവരും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചതും വളർന്നതും പഠിപ്പിച്ചതും. കാരണം ഇത് മൊത്തം എഴുതിയിരിക്കുന്ന അറബിക്കിലാണല്ലോ. അപ്പൊ ഈ മദ്രസ പൊട്ടന്മാർക്കൊന്നും ഈ അറബിക്കിൽ ഓതുന്നതല്ല ഇവർ കൊടുക്കുന്ന ഈ ഉസ്താദുമാര് വിശദീകരിച്ചു കൊടുക്കുന്ന വിശദീകരണം ഈ അറബിക്കിൽ ഓതുന്നത് അല്ലായിരുന്നു. കാരണം അറബിക്കിൽ എന്തോ അവർ ഓതും, എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്തോ ഒരു വ്യാഖ്യാനം. അപ്പം ഭയങ്കര നമ്മുടെ മുത്തുനബി എന്ന് പറയുന്നതിന്റെ മുത്തുനബീനെ കണ്ണിങ്ങനെയാണ്, മുത്തുനബി ഇങ്ങനെയാണ്, മുത്തുനബി ആനയാണ്, മുത്തുനബി പൂനെയാണ്, മുത്തുനബിയെ പോലൊരു പ്രവാചകൻ നമുക്കില്ല, നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. മുത്തുനബിയെ ദൈവമായി കിട്ടിയത് പ്രവാചകനെ, നമുക്ക് ഒറ്റ പ്രവാചകനേ ഉള്ളൂ എന്നാ പറയുന്നത്. എന്നാ യഹൂദന്മാരുടെ സകല പ്രവാചകന്മാരെയും കോപ്പി അടിച്ച് വെച്ചിട്ട് അതും നമ്മുടെ പ്രവാചകനാണെന്ന് പറഞ്ഞു നടക്കുന്നവന്മാരാ. എന്നിട്ടും പറയും നമുക്ക് ഒറ്റ പ്രവാചകനേ ഉള്ളൂ. അപ്പൊ അതാ ഇബ്രാഹിമിയാരാ, അതും നമ്മുടെ പ്രവാചകനാ. അപ്പം ഇസ്ഹാക്കും നമ്മുടെ മൂസാ നബി, ഈസാ നബി, ഇങ്ങനെ കുറെ നബികളുടെ പേര് അത് ആരെ ചൊറിയാൻ വേണ്ടി? യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും പതുക്കെ നെയ്സായിട്ടൊന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ്. പക്ഷെ നമുക്കാകെ ഉള്ളത് ഒരു കുത്തു നബി എന്നൊരു പ്രവാചകനേ ഉള്ളൂ. നിങ്ങൾ ഈ ഇബ്രാഹിം നബീനെ പള്ളു പറഞ്ഞു നോക്കിയേ, ഇവന്മാർക്ക് ഒരു കുഴപ്പവുമില്ല. മൂസായെ പറഞ്ഞു നോക്കിയേ, ഒരു കുഴപ്പവുമില്ല. അവരൊന്നും ഒരു പോക്കർത്തരവും കാണിച്ചിട്ടില്ല. ഇനി അവർ കാണിച്ചു ഒന്ന് കെട്ടുക തന്നെ പറഞ്ഞ് തള്ളിക്കോ, എന്നാൽ പോലും അവർക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ കൊതമത് കാണിച്ചത് പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സജു ജോസഫ്: അലക്സും മക്കളും സുഖമായിരിക്കുന്നോ റീന? എന്തിന് അലക്സിന് കൊതം കൊടുക്കണോ? നിനക്ക് വലിയ താല്പര്യമുണ്ടോ സജു ജോസഫേ? ഇല്ല, അറിയാണ്ട് ചോദിക്കുക. ഓ, ഭയങ്കര സ്നേഹത്തിൽ അങ്ങ് ഒഴുകി ഇറങ്ങുവാണല്ലോടാ കൂതറേ. നിനക്ക് ഭയങ്കര സ്നേഹം അങ്ങ് ഒഴുകി ഇറങ്ങുമായിരുന്നല്ലോ കൂതറേ. ഭയങ്കര സ്നേഹം അങ്ങ് ഇറങ്ങിയിരിക്കുവോ ഒഴുകി? നിന്റെ കൊതം കൊടുക്കാനായിട്ട് ആള് തിരക്കുവാണോ നീ? ചെല്ല്, അവൻ പോയി പൊളിച്ചു തരും നിന്റെ കോതം, അങ്ങോട്ട് കൊണ്ട് കൊടുത്താ കൂതറയ്ക്കുണ്ടായവനെ. അത് ചോദിക്കാനും ഫേക്ക് ഐഡിയും കൊണ്ട് ഇറങ്ങിയിരിക്കും കൂതറ. എടാ വിവരം കെട്ടവന്മാര് തന്റെ ഇടത്തോടെ ആണിനെ പോലെയൊക്കെ വന്ന് സംസാരിച്ചിടാ. എൻ്റെ അടുത്തൊരു കാര്യം നിനക്കൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ആണിനെ പോലെ വന്നിരുന്നിട്ട് സ്വന്തം പ്രൊഫൈലുള്ളവൻ വന്ന് ചോദിയില്ലടാ വിവരം കെട്ടവന്മാരെ. അല്ലാണ്ട് എന്നോടൊരു കാര്യം ചോദിക്കാനായിട്ട് വിവരം കെട്ടവന്മാര് എന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫൈല് ഫേക്ക് ഐഡിയും ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുക, അങ്ങ് കൊണയ്ക്കാനായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുക. നാണം കെട്ടവന്മാർ. ലൈവിലല്ലേടാ ഇരുന്ന് സംസാരിക്കുന്നേ? ഞാൻ ലൈവല്ലേ ഇരുന്ന് സംസാരിക്കുന്നേ? നിന്റെയൊക്കെ ഏത് കോണാത്തിലെ വർത്തമാനത്തിനാണെങ്കിലും മറുപടി പറയാൻ ഞാൻ റെഡിയാ. പക്ഷെ സ്വന്തം പ്രൊഫൈലിൽ വന്ന് സംസാരിക്കുന്നതൊക്കെ എന്നിട്ട് പറ എന്നോട്, അപ്പം ഞാൻ തിരിച്ചു തരാം അതിനുള്ള മറുപടി. അല്ലാതെ പേടിച്ചും തൂറി നാണം കെട്ടവന്മാർ. ഒരു പെണ്ണിന്റെ മുമ്പിൽ പോലും തൻ്റെ ഇടമില്ല, നട്ടലില്ലാത്തവന്മാര്. ഒരു പെണ്ണിന്റെ മുമ്പിൽ സംസാരിക്കണമെങ്കിൽ പോലും നിനക്കൊക്കെ ഫേക്ക് ഐഡി എടുത്തോണ്ട് വരേണ്ട ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയ്ക്കും പേടിത്തോണ്ടന്മാരാ കയറി വന്നിട്ട് വീരവാദത്തെ പോലെ വന്നിട്ട് കമന്റുകൾ ഇട്ട് തള്ളിമറിക്കുന്നത്. ഒരു നിസ്സാര കാര്യം ചോദിക്കണമെങ്കിൽ പോലും ഒരു ഫേക്ക് ഐഡി എടുത്തുകൊണ്ട് വന്നിട്ട് കമന്റ് ഇട്ട് തള്ളിമറിക്കുന്നവന്മാരാ. എന്റെ മുമ്പിൽ നേരാവണ്ണം നട്ടലിൽ നിവർത്തി നിൽക്കാൻ കഴിവ് കെട്ടവന്മാര് ഫേക്ക് ഐഡിയിൽ വന്നത് തോന്നിവാസം പറയാനും മറ്റത് പറയാനും വേണ്ടി അങ്ങ് ഇറങ്ങിയിരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ. പോടാ വിവരം കെട്ടവന്മാരെ. വരുമ്പോ സ്വന്തം പ്രൊഫൈലിലൊക്കെ വാ. എന്നോട് ഇതില്ലേ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ഇത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ലൈവിൽ ഇരിക്കുമ്പോൾ എന്നോട് ചോദിക്കണമെങ്കിൽ ധൈര്യമായിട്ട് വാ.
അല്ലാതെ ഇങ്ങനെ വന്നിട്ട് ഒളിച്ചും പാത്തും ഫേക്കടിയിൽ വന്നിട്ട് കരഞ്ഞ് മെഴുകിയിട്ട് പോകാതെ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഈ പണ്ട് കാലങ്ങളിൽ മുഴുവനും നമ്മളെ പഠിപ്പിച്ചു, ഒരു കാലഘട്ടം വരെയും ക്രിസ്ത്യാനികൾ പോലും വിശ്വസിച്ചിരുന്നത് എന്താണ്? ക്രിസ്ത്യാനികൾ പോലും വിശ്വസിച്ചിരുന്നത് ഇവരുടെ കൊതമതം എന്ന് പറയുന്ന പ്രവാചകൻ സത്യത്തില് ഒരു പ്രവാചകനായിരുന്നു എന്നും ഈ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന അവരുടെ തള്ളാഹു എന്ന് പറയുന്ന ദൈവം തന്നെയാണ് ക്രിസ്ത്യാനികൾ ദൈവം യഹോവ എന്ന് പേരിട്ട് വിളിക്കുന്നു, അവർ തള്ളാഹു എന്ന് വിളിക്കുന്നു, പേര് മാറ്റി വിളിക്കുന്നു. എന്ന തരത്തിൽ വളരെ തന്ത്രപരമായിട്ട് പറ്റിക്കാനായിട്ട് എല്ലാവർക്കും കഴിഞ്ഞിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ബുദ്ധിയുള്ള കുറെ ക്രിസ്ത്യാനികൾ പോയി ഇരുന്നിട്ട് അങ്ങ് ഖുർആൻ അങ്ങ് വായിച്ചു. ആ കൂട്ടത്തിൽ ഞാനും എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഖുർആനെ കുറിച്ച് പഠിക്കുന്നത്. എനിക്ക് ചരിത്ര പുസ്തകത്തിനകത്ത് റിലീജിയസ് എന്ന് പറയുന്ന ഒരു പോർഷൻ, ഞാൻ ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് റിലീജിയസ് എന്ന് പറയുന്ന ഒരു പോർഷൻ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആ റിലീജിയസ് പോർഷൻ ഞാൻ പഠിക്കുന്ന സമയത്താണ് സത്യത്തിൽ ഈ ഖുർആൻ എന്താന്ന് പറഞ്ഞ് ഞാൻ പഠിക്കുന്നത്. ഈ കൊതമതിന്റെ മതം വന്നിട്ട് 1400 വർഷങ്ങളെ ആയിട്ടുള്ളെന്നും ഈ 1400 വർഷങ്ങൾ കൊണ്ട് ഈ മതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊലയും നടത്തി യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല നടത്തി പെൺകുട്ടികളെ ബലാത്സംഗത്തിനിരയാക്കി അങ്ങനെ മ്ലേച്ഛതയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തല്ലിക്കൂട്ടിയ ഒരു മതമാണെന്നുള്ളത് മനസ്സിലാക്കിയത് എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഞാനിത് മനസ്സിലാക്കുന്നത് പോലും. അന്നു മുതൽ ഈ റിലീജിയസിനെ കുറിച്ച്, ഈ മതത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിലും കാര്യത്തിലും ഒക്കെ ആയിരുന്നു പ്രിയ സഹോദരങ്ങളെ. പിന്നെ വിചാരിച്ചു പോട്ടെ, അവരവരുടേതായ രീതിയിൽ പൊട്ടത്തരം ആണെങ്കിലും പോലും ഈ പൊട്ടത്തരം പറഞ്ഞു. പക്ഷെ പിന്നീട് കാണാൻ തുടങ്ങിയ കാഴ്ചയെന്ന് പറയുന്നത്, ഇവന്മാര് പഠിച്ചു വെച്ച പൊട്ടത്തരം അതിലൊതുക്കാതെ MM അക്ബറും ബാലുശ്ശേരി മുജാഹിദും സക്കീർ നായിക്കും സകല കൂതറകളും കൂടി രംഗത്ത് വന്നിട്ട് ക്രിസ്ത്യാനിയെ ഒന്ന് ആക്ഷേപിക്കുക, യഹൂദന്മാരെ മുച്ചൂട് മുടിക്കണം എന്ന് പറഞ്ഞ് കെട്ടും കെട്ടി നടക്കുക. ഇങ്ങനെ അവർ പരസ്യമായിട്ട് രംഗത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ തിരിച്ചു കൊടുത്തിട്ടേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാ തിരിച്ചിപ്പോ വാങ്ങിക്കുന്നത്. മനസ്സിലായി? സുരേഷ് പുകയൂർ തിരുത്തപ്പെടേണ്ടത് എല്ലാ മതത്തിലും ഇല്ലേ? എന്താ എല്ലാ മതത്തിലും തിരുത്തേണ്ടത്? ഒന്ന് പറഞ്ഞു തന്നെ. ക്രിസ്തീയ മതത്തിൽ എന്താ തിരുത്തേണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞതാ. ഇപ്പൊ എനിക്ക് ക്രിസ്തീയ മതത്തെ കുറിച്ചേ അറിയത്തുള്ളൂ. എന്താണ് ക്രിസ്തീയ മതത്തിൽ തിരുത്തേണ്ടതെന്നുള്ളത് എന്റെ പൊന്നു സഹോദര സുരേഷ് പുകയൂർ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. നമുക്ക് തിരുത്താം. മനസ്സിലായോ? കൊതമതിന്റെ മതത്തിലുള്ളത് ഞാൻ പറഞ്ഞുതരാം. കൊതമതിന്റെ മതത്തിൽ മൊറാലിറ്റിക്ക് വിലയില്ല. സദാചാരം എന്ന് പറയുന്നതിന് ഒട്ടും വിലയില്ലാത്ത ഒരു മനുഷ്യൻ. നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ വളർത്തിയാൽ എങ്ങനെ വളർത്തും? മക്കളെ നല്ലത് പറയണേ, നല്ല രീതിയിൽ ജീവിക്കണേ, വേശ്യകളുടെ വീട്ടിൽ കയറി ഇറങ്ങി വേശ്യാലയത്തിൽ പോകല്ലേ, വെള്ളമടിച്ച് കറങ്ങി നടക്കല്ലേ, കള്ളത്തരം പറയല്ലേ, ഇതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു നടക്കത്തുള്ളൂ. പക്ഷേ നമ്മുടെ കൊതമതിന്റെ മതത്തിനകത്ത് എന്താ പറഞ്ഞു നടക്കുന്നത്? വ്യഭിചരിക്കാം, തെറ്റില്ല. തള്ളാഹുവിനോട് കൊതമത് നബിയോട് ഒരുത്തം വന്ന് ചോദിക്കുകയാണ്, തള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ 5 നേരം നിസ്കരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കൊതമത് നബി കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? നിങ്ങൾ തള്ളാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിക്കുകയും തള്ളാഹുവിനെ 5 നേരം വിളിച്ച് നിസ്കരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന്. അപ്പം തള്ളാഹുവിന് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ സഹാബി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഒരുവൻ വ്യഭിചരിച്ചാലും സ്വർഗത്തിൽ പോകുമോ എന്നവൻ ചോദിക്കുക. അപ്പൊ പറയുകയാണ്, നീ വ്യഭിചരിച്ചാലും നീ കള്ളത്തരം പറഞ്ഞാലും നീ എന്ത് കാണിച്ചാലും നീ സ്വർഗത്തിൽ പോകും. കാരണം എന്താ? നീ തള്ളാഹുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കുന്നുണ്ട്. ഇതാണ് ആകെയുള്ള ക്രൈറ്റീരിയ. കൊതമത് നബിയുടെ മതത്തിൽ തള്ളാഹു എന്ന് പറയുന്ന ദേവനെ 5 നേരം കൊതനിസ്കാരം നടത്തിയാൽ മാത്രം മതി സ്വർഗത്തിൽ പോകാമെന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്രൈറ്റീരിയയിൽ നിങ്ങൾ വിശ്വസിക്കുകയോ നിങ്ങൾ എന്തോ കാട്ടിക്കൊണ്ട് പോയിക്കോ. പക്ഷെ എന്തിനും മറ്റു മതങ്ങളെ അവഹേളിച്ചിട്ട് ക്രിസ്ത്യാനിയെ കുറിച്ച് കൊതമതിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും വൃത്തികേടുകൾ, ക്രിസ്ത്യാനിയെ പറഞ്ഞു വെച്ചിരിക്കുന്നത് മുഴുവനും വഴിപിഴച്ചവരെന്ന കൊതമതിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു മതത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാമോ എന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമില്ലേ? ഐറിസ് ജോസ്, റസൂലേ നിൻ വരവായി, റസൂലേ നിൻ കനിവായി.
പണ്ട് ഈ പാട്ട് റസൂലേ നിൻ വരവായി, റസൂലേ നിൻ കരിവായി, ഇത് പാടി യേശുദാസുവാ. അതാ രസം. റസൂലേ നിൻ വരവായി, റസൂലേ നിൻ കനിവായി എന്നൊക്കെ പറഞ്ഞ് അന്ന് പാടുന്ന സമയത്തു എന്റെ ദൈവമേ, റസൂൽ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ കോരിത്തരിക്കുകയാണ് കരികാലുകൾ എന്ന് പറയുന്ന രീതിയിൽ. അങ്ങനെയാണ് ആളുകളൊക്കെ എന്ത് ചെയ്തത്, ചിന്തിച്ചു വെച്ചിരുന്നത് അന്നത്തെ കാലത്ത്. എന്തുവാ, ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്കും വികാരമായിരുന്നു. അവർക്ക് മുത്തുനബി എന്ന് പറഞ്ഞാൽ പിന്നെ ചാകും. അങ്ങനെയാ പഠിപ്പിച്ചു വെച്ചത്. മുത്തുനബി ഒരു കുത്തുനബിയായിരുന്നു എന്നുള്ളത് വിദ്യാഭ്യാസമുള്ള അറബിക്ക് വായിക്കാൻ അറിയാവുന്ന ക്രിസ്ത്യാനികൾ എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലായത് മുത്തുനബി അല്ല, അതൊരു കുത്തുനബിയാണ് എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കൊണ്ടേ പ്രിയ സഹോദരങ്ങളെ, ഇവനെപ്പോലൊരു വൃത്തികെട്ടവൻ. അയ്യോ എന്റെ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യ സമൂഹത്തിൽ ഒരു മനുഷ്യൻ മാതൃകയാക്കാൻ പാടില്ലാത്ത ഒരു വൃത്തികെട്ട ജന്മം ഉണ്ടെങ്കിൽ അത് കൊതമതേ ഉള്ളൂ. അവനെയാണ് ലോകത്തിൽ മാതൃകാ പുരുഷൻ എന്ന് ഈ വൃത്തികെട്ടവന്മാർ പറയുന്നത്. ഒരു ഉളുപ്പുണ്ടോ ഇവന്മാർക്ക്? എന്നെ തെറി വിളിക്കാൻ വരുന്ന കോയന്മാരെ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോടാ വിവരം കെട്ടവന്മാരെ? നാണമില്ല ഉണ്ടോടാ നിനക്കൊക്കെ? ആർക്ക് വേണ്ടിയിട്ടാടാ വന്ന് തെറി വിളിക്കുന്നേ നീയൊക്കെ വന്ന്? സ്വന്തം ഭാര്യ ഇരിക്കുമ്പോ തന്നെ 6 വയസ്സുകാരിയെ കണ്ടപ്പോ കാമം തോന്നിയവൻ. സ്വന്തം ഭാര്യ ഇരിക്കുമ്പോ തന്നെ ഇവന്മാർ ന്യായീകരിച്ച് മെഴുകുന്നത് കണ്ടാലുണ്ടല്ലോ, എന്റെ അപ്പോ. സൗദയുടെ വീട്ടിലെ ജോലിക്കാരിയാണ് മരിയ കോപ്പിറ്റ്. ആ വേലക്കാരി അന്നത്തെ കോട്ട സൗദയുടെ വീട്ടിലാണ് പോകേണ്ടത് ഇവന് കിടക്കാനായിട്ട്. ഓരോ സ്ത്രീകളുടെ വീട്ടിലും പോയി ഓരോ സ്ത്രീകളുടെ വീട്ടിലുമാണ് ഓരോ പ്രാവശ്യം കയറി ഇറങ്ങി നിരഞ്ഞ് കാര്യങ്ങൾ നടത്തേണ്ടത്. അതിനാ ഇവനെ വിട്ടിരിക്കുന്നത്. കാരണം ഇത്രയും ഭാര്യമാരുണ്ടല്ലോ ഇവന്. അടിമ സ്ത്രീകൾ വേറെ, ഭാര്യമാര് വേറെ. അതുകൊണ്ട് ഭാര്യമാരെ തമ്മിൽ സുഖിപ്പിക്കാൻ വേണ്ടി ഓരോ ദിവസം കോട്ടയെടുത്ത് അങ്ങോട്ട് പോകുന്ന കൂട്ടത്തില് സൗദയുടെ വീട്ടിൽ സൗദയുമായിട്ട് ക്ഷയിക്കാൻ വേണ്ടി പോയവൻ അവിടെ ചെന്നപ്പോ സൗദയുടെ അപ്പന്റെ വീട്ടിൽ പോയിരുന്നത് കൊണ്ട് മരിയ കോപ്പിറ്റ് എന്ന് പറഞ്ഞ ജോലിക്കാരിയെ കണ്ടപ്പോ കാമം നൂത്ത് അവിടെ നടത്തി കൊതപോകാം അവൻ. അത് കഴിഞ്ഞ കയ്യോടെ സൗദ പൊക്കിയപ്പോഴത്തേക്കും അത് വെളുപ്പിക്കുന്ന കോയമാര് വെളുപ്പീര് കാണണം. അയ്യോ സൗദ അത് കയ്യോടെ പൊക്കി. അതൊരു ഭാര്യയ്ക്ക് നീരസമുണ്ടെന്ന് കണ്ടപ്പോൾ കൊതമത് വേലക്കാരിയുടെ കൂടെ അവളെ കണ്ടപ്പോൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിട്ട് ആ വേലക്കാരിയെ പോലും വെറുതെ വിടാതെ അവളെ നശിപ്പിച്ച ആ കാമഭ്രാന്തനെ വെളുപ്പിക്കുകയാണ്. എങ്ങനെയാ വെളുപ്പിക്കുന്നത് ഇവന്മാര്? ആ പാവം സൗദയ്ക്ക് അതിൽ വിഷമം തോന്നിയപ്പോൾ, സൗദയ്ക്ക് അതിൽ നീരസം തോന്നിയപ്പോൾ നമ്മുടെ മുത്തുനബി റസൂല് പറഞ്ഞു, സൗദേ നിനക്കത് വിഷമം ഉണ്ടായെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആരുടെ അടുത്ത് പോകുന്നില്ല, മരിയ കോപ്പിന്റെ അടുത്ത് പോകുന്നില്ല, വേലക്കാരിയുടെ അടുത്ത് പോകുന്നില്ലെന്ന് പറഞ്ഞു. ഈ നമ്മുടെയൊക്കെ നാട്ടില് ഭാര്യമാരിങ്ങനെ കേറി വരുന്ന സമയത്ത് വേലക്കാരുടെ കൂടെ കിടക്കുന്ന ഭർത്താക്കന്മാരെ കാണുമ്പോഴത്തേക്കും ചേട്ടാ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ ചേട്ടാ, ഇങ്ങനെയാണ് ചൂരെടുത്ത് വെച്ചിട്ട് പുറം പൊളിക്കുകയല്ലേ ചെയ്യുന്നത് സാധാരണ പെണ്ണുങ്ങള്. അതാണോ ചെയ്യുന്നത്? അപ്പൊ ഇവന് ചൂര് കൊണ്ട് പുറം പൊളിക്കാൻ പറ്റാതെ പോയത് എന്തുവാ? റസൂൽ എന്നുള്ള പേരിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം. അപ്പം അന്ന് കൊതഭോഗം നടത്താൻ വേണ്ടി മാത്രം വകിയിറക്കി റസൂലിന്റെ തള്ളാഹു എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു നടന്ന ഒരു വൃത്തികെട്ട കാമഭ്രാന്തനാണ് ഈ കൊതമതം എന്ന് പറയുന്ന ഇവരുടെ പ്രവാചകൻ. ഹഫ്സയുടെ വീട്ടിലാണോ രാജൻ? എനിക്ക് സൗദ അല്ലേ? ഹഫ്സയുടെ വേലക്കാരിയാണോ? എനിക്ക് വയ്യ കർത്താവേ. ഹഫ്സ സൗദ ഏതൊക്കെയോ ഉണ്ട് ഹഫ്സയുടെ വേലക്കാരി എന്ന്. എന്നാ ഹഫ്സ എങ്കിൽ ഹഫ്സ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഹഫ്സയുടെ വേലക്കാരുടെ വീട്ടിൽ പോയിട്ടാ ഈ പന്ന പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ എന്തോ. എന്നിട്ട് ഇതിനെ വെളുപ്പിക്കാൻ ഇവന്മാർ ഇറങ്ങിയിരിക്കുന്നത് കാണുമ്പോഴേടാ നാണം കെട്ടവന്മാരെ, ഉളുപ്പുണ്ടോടാ? ഉളുപ്പുണ്ടോ? നിങ്ങൾ ആരെ വെളുപ്പിക്കാനാണ് എന്റെ അടുത്ത് വന്നിങ്ങനെ തെറി വിളിക്കുന്നത്? എന്നെ നിങ്ങൾ ആരെ വിളിപ്പിക്കാനാണ്? ഞാനൊരു കള്ളത്തരം പറയുന്നെങ്കിൽ, ഞാനൊരു വ്യാജം പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, റീന ഞങ്ങളുടെ നബിയെക്കുറിച്ച് അപവാദം പറയുന്നു, ഞങ്ങളുടെ നബിയെക്കുറിച്ച് കള്ളത്തരം പറയുന്നു, നീ അങ്ങനെ അത് നിങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ കുറിച്ച് കള്ളത്തരം പറഞ്ഞാൽ പോലും ഞങ്ങൾ നിങ്ങളെ തെറി വിളിക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് അറിയാം അതിന് വിലയില്ല. നിങ്ങൾ കള്ളത്തരവാ പറയുന്നതെന്നറിയാം. ബൈബിളിനെ നിങ്ങൾ മോശമാക്കി ചിത്രീകരിച്ചാലും ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല നിങ്ങളത് പറയുന്ന കാര്യത്തെക്കുറിച്ച്. കാരണം ഞങ്ങൾക്കറിയാം നിങ്ങൾ കള്ളത്തരത്തിലൂടെയാണ് അതെന്തുവാ നിങ്ങൾ പെയിന്റ് അടിക്കാൻ നോക്കുന്നത്. നിങ്ങളുടെ മതത്തെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കള്ളത്തരം അടിച്ചിറക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് നല്ല വൃത്തിയാണ് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത്. നേരെ മറിച്ച് ഞങ്ങൾ സത്യമുള്ളത് തുറന്നു പറഞ്ഞാൽ പോലും സഹിക്കുന്നില്ല, പൊറുക്കുന്നില്ല ഇവന്മാർക്ക്. വെപ്രാളം. നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? കോയമാരെ പോയി തൂങ്ങി ചാകിനിടാവുന്നില്ല. അല്ലെങ്കിൽ പോയി മതം മാറ് വിവരം കെട്ടവന്മാരെ. ഇവനെ വെളുപ്പിച്ച് നിങ്ങളുടെ ആയുസ് വെറുതെ കളയാതെ.
നിങ്ങൾക്ക് പ്രവാചകൻ എന്ന് പറയുന്ന ഈ കൊതമതിനെ വെളുപ്പിച്ച് നിങ്ങൾ ആയുസ് വെറുതെ കളയാതെ ഒരു പറയുന്നതിനൊരു ഇത് വേണ്ടേ? എന്റെ അപ്പൻ എന്തുവാ ഇതേ വന്നിരിക്കുന്നു സയ്യിദ് PC. എടാ വിവരം കെട്ടവനെ, കൂതറയ്ക്കുണ്ടായവനെ, ദാ സയ്യിദ് PC 6 വയസ്സുകാരിയെ കൊതഭോഗം നടത്തിയവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാന്റെ പേരുമായിട്ട് ഇറങ്ങിയിരിക്കുക ഒരുത്തൻ സയ്യിദ് PC. ഒരു മിനിറ്റ്, ഇത് അവനെ ഒന്ന് പരിചയപ്പെടുത്തി തന്നേക്കാം. ഉളുപ്പ് കെട്ടവനെയൊക്കെ കാണണമെങ്കിൽ ഇത് ഇപ്പൊ തന്നെ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഉളുപ്പ് കെട്ടവന്മാരെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എടാ വിവരം കെട്ടവനെ, ആദ്യം ചോദിച്ചതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ അത് പറയടാ വിവരം കെട്ടവനെ. അല്ലാതെ ഇതാ സയ്യിദ് PC. ഉമ്മേന്റെ പേര് പൂരി മോളാണ്. എൻ്റെ ഉമ്മേനെ ഒന്ന് ഹായ് പറയുമോ എന്നാ ചോദിക്കുന്നത്. അതിനെന്താ സയ്യിദ് PC, നിന്റെ ഉമ്മ പൂരി മോക്കൊരു ഹായ് മതിയോ മോനെ? സയ്യിദ് PC ഇതെവിടെയാ എന്റെ സ്ഥലം? സയ്യിദ് PC, അപ്പൊ നിന്റെ ഉമ്മ പൂരി മോക്കൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഉമ്മ പൂരി മോളെ ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തേണ്ട മുന്നിൽ രഹസ്യം എന്താണ്? കൊതമതിന് കൊതം കൊടുക്കാനോ നിന്റെ ഉമ്മയെ കൊണ്ടുപോയി? സയ്യിദ് PCന്റെ ഉമ്മയുടെ കൊതം കൊണ്ടുപോയി കൊതമതിന് കൊടുക്കാനായിട്ട് ചേച്ചി ഇത്രയൊക്കെ പറയുന്നല്ലോ, ഒന്ന് പറഞ്ഞ ആഗ്രഹം നടത്തി തരുമോ എന്ന് ചോദിക്കാനാണോ? ഇനിയിപ്പം അത് നടക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്. സയ്യിദ് PCയെ ഉമ്മാന്റെ കൊതം കുളിക്കാനായിട്ട് കാന്തപുരത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയോ ഇല്ലെങ്കിൽ റഹീമിന്റെ കൈ കൊണ്ട് കൊടുക്കുകയോ ചെയ്തോ? അവരൊക്കെ ആവുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പൊളിച്ചൊക്കെ തന്നോളും. കാരണം പ്രാക്ടീസ് കുറെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. കൊതമതിന്റെ കൊതപുസ്തകം വായിച്ച് പ്രാക്ടീസ് കിട്ടിയതല്ലേ. അവ നല്ല വൃത്തിയാണം എന്ത് ചെയ്തിട്ടുണ്ട്, കൊതം പൊളിക്കാൻ അവർക്ക് പഠിച്ചു കഴിഞ്ഞു എന്നാ എൻ്റെ ഒരു ഇത്. ഇതാണ് നമ്മുടെ സയ്യിദ് PC. അപ്പൊ ഉമ്മ പൂരി മോക്കൊരു ഹായ് പറയുമോ റീന ചേച്ചി എന്നാണ് വന്നത്. ശരി മോനെ, എന്നിട്ട് ഉമ്മ പൂരി മോള് അക്ഷരത്തെറ്റ് മോനെ കറക്റ്റാണോ നീ എഴുതിയ? പൂരി മോളെന്ന് തന്നെയാണോ ഉമ്മയുടെ പേര്? നീ തെറ്റ് പറ്റിയതാണോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് എഴുതണേ ഉമ്മമാരുടെ പേരൊക്കെ എഴുതുന്ന സമയത്ത്. സയ്യിദ് PCയെ ഉമ്മാന്റെ പേരൊക്കെ എഴുതുമ്പം ഞാൻ കൃത്യമായിട്ട് ആ പ്രൊണൗൺസിയേഷൻ ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോത്തില്ലേ പൊന്നുമോനെ? അതുകൊണ്ട് കൃത്യമായിട്ട് ഉമ്മാന്റെ പേരെഴുതുമ്പം കറക്റ്റ് പൂരി മോളെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ പേര്? എനിക്കറിയത്തില്ല, തെറ്റ് പറ്റിയതാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും പോട്ടെ. രീ മാറ്റിയിട്ട് ഒന്ന് സയ്യിദേ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് എഴുത്, ഇല്ലെങ്കിൽ അത് തന്നെയാണെങ്കിൽ അതിൽ നമുക്ക് കൺഫേം ചെയ്യാം. അപ്പം സയ്യിദിന്റെ ഉമ്മയുടെ പേര് പൂരി മോളെന്നാണ്. ആ പൂരി മോൾക്കൊരു ഹായ് കൊടുക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പം സയ്യിദിന്റെ ഉമ്മയ്ക്കൊരു ഹായ്. കൊതമതിനെ പറഞ്ഞപ്പോഴേ ഉമ്മയെ കൊണ്ടുവന്ന് കൊടുക്കുക. കൊതമതിന് പറയാം എൻ്റെ ഉമ്മയെ ഒന്ന് ഏറി കയറ്ററീനെ, തൽക്കാലം കൊതമതിനെ താഴെ ഇറക്ക് എന്ന് പറഞ്ഞിട്ട്. നീ എത്ര ആവശ്യപ്പെട്ടാലും പൊന്നുമോനെ കൊതമതിനെ താഴെ ഇറക്കുന്ന പരിപാടിയില്ല. നീ പകരം 1000 ഉമ്മമാരെ കാഴ്ചവെച്ചാലും നിന്റെ കൊതമത് താഴെ ഇറങ്ങാൻ പോണില്ല. അത് ഏറി തന്നെയാ. കൊതമത് എന്നും ഏറില്ലേ, മനസ്സിലായോ? കുറച്ചു നേരത്തേക്ക് കൊതമതിന്റെ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മയെ കൊണ്ടൊന്ന് ഏറി കയറ്റിയത് നീ സയ്യിദ് PC. എന്റെ പ്രിയ സഹോദരങ്ങളെ, കുറച്ചു നേരത്തേക്ക് ഉമ്മാക്ക് കൊതമതിന് റെസ്റ്റ് കൊടുക്കറീന. കൊതമത് ഏറിൽ നിന്നുള്ളത് എന്ന് താഴെ മാറ്റിയിട്ട് എന്റെ ഉമ്മേനെ ഒന്ന് ഏറി കയറ്റിക്കോ എന്ന് പറയുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ സയ്യിദ് PCയുടെ, നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ വില അതിന്റെ ഇത് കളയരുത്. നിങ്ങൾ ആ ഒരു മനസ്സിനെ ഓർക്കണം കേട്ടോ പ്രിയ സഹോദരങ്ങളെ. അപ്പം നിങ്ങള് വെളുപ്പിക്കാൻ വേണ്ടി ഇപ്പൊ വന്ന് തെറി വിളിക്കുന്നല്ലോ കൊതമതിനെ. എടാ എന്ത് യോഗ്യത ഉണ്ടടാ വിവരം കെട്ടവനെ? സ്വന്തം കാമഭ്രാന്തൻ. നീയൊക്കെ അഭിമാനം കൊള്ളുന്നത് ആരിലാണെന്നറിയാമോ? പീഡന വീരനില് അഭിമാനം കൊള്ളുന്നത്. ഞങ്ങളുടെ പീഡന വീരൻ ഗോവിന്ദച്ചാമിയിൽ അഭിമാനം കൊള്ളുന്നത് പോലെയുണ്ട്. ഗോവിന്ദച്ചാമി ഇതിനേക്കാൾ എത്രയ്ക്കോ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അടക്കളയിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ട അവളോട് കാമം. സൈനബയെ കണ്ട, സൈനബ എന്ന് പറയുന്നത് മരുമകളാ, വീട്ടിലൊരു ദിവസം കയറി പോയതാ ചുമ്മാതെ സൈനബയെ കാണാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ആ മരുമകളെ ഒന്ന് ജസ്റ്റ് മരുമകളെ എന്ത് ചെയ്തു, ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മകനെ തിരക്കി പോയതാ. പോയ വാക്കിന് എന്ത് ചെയ്തു, മരുമകൾ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോഴത്തേക്കും കൺട്രോൾ പോയി സൈനബ എന്റെ കൺട്രോൾ പോയി. കാരണം അവൾ നേരിയ വസ്ത്രം ഇട്ടിട്ട് അടിയിൽ ഷഡ്ഡിയും ബ്രാ ഇട്ടിരിക്കുക. അപ്പൊ ഈ നേരിയ നെറ്റ് വസ്ത്രത്തിലൂടെ ആ ഷഡ്ഡിയും ബ്രാ ഇട്ടിരിക്കുന്ന സൈനബയുടെ ആ ഒരു ഇത് കാണാമായിരുന്നു. അപ്പം പ്രസവിച്ചില്ലായിരുന്നല്ലോ, അപ്പം ഒരു യങ് സൗന്ദര്യമായിരുന്നു സൈനബയ്ക്ക്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൊതമതിന്റെ മുറിയണ്ടി അങ്ങ് പൊങ്ങി.
അപ്പൊ പിന്നെ കാര്യം നടത്തിയില്ലെന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടത്തില്ല. അപ്പൊ പിന്നെ സൈനബിയോട് മനസ്സിനുള്ളിലെ ഉള്ളിലെ മോഹങ്ങളെല്ലാം എങ്ങനെ തീർക്കണമെന്നറിയാതെ കൊതമത് എന്ത് ചെയ്യുകയായിരുന്നു? ഒരു വികാര ജീവിയെ പോലെ ഉടനെ പോയിട്ട് എന്ത് ചെയ്തു? തന്റെ മകൻ സൈദിനോട് കള്ളത്തരങ്ങൾ പറഞ്ഞൊപ്പിച്ചിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ നിനക്ക് കൂറി അധികം കിട്ടും, നീ തള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി നിന്റെ ഭാര്യയെ വിട്ടുകൊടുക്കുന്നതിനാൽ നിനക്ക് സ്വർഗത്തിൽ കൂറി കിട്ടുന്ന വിവരം കെട്ടവന്മാരെ, സ്വന്തം മകന്റെ ഭാര്യയെ പോലും വെറുതെ വിടാതെ. അവന് നാട്ടിൽ പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടാണോ? എടാ, കാമം തോന്നിയാൽ അപ്പൊ കൊടുത്തേക്കണം. ഒരു ഉസ്താദ് പഠിപ്പിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി നടന്നു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി നടന്നു പോകുന്ന സമയത്ത് മുത്തുനബി റസൂൽ അലവലാദി സല്ലത്തിന് ആ ഭാര്യയെ കാണുമ്പോൾ കാമം തോന്നിയാൽ ആ സമയത്ത് തലാഖ് ചൊല്ലി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പോകിക്കാൻ കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന വൃത്തികെട്ടവന്മാരെ, സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കാൻ പഠിപ്പിക്കുന്നവന്മാരെ, നാണവമാനം ഉളുപ്പുകൊണ്ടാടാ എന്റെ പേജിൽ വന്ന് സംസാരിക്കാൻ നിനക്കൊക്കെ. സാമുവേൽ മാത്യു ഒരു ക്രിസ്ത്യാനിക്ക് പറയാനുള്ള വാക്കാണോ നീ പറയുന്നത്? ആണോ? എന്നൊരു കാര്യം, ഒരു ക്രിസ്ത്യാനിയായ നീ കൊണ്ട് നിന്റെ ഭാര്യയെ കൊണ്ടുപോയി കൂട്ടിക്കൊടുക്കടാ ഊളയ്ക്കുണ്ടായവനെ. ഇതൊക്കെ പറയാനും സ്വന്തം പ്രൊഫൈൽ ഇല്ലാതെ വന്നിരുന്ന് കരയുന്ന നിന്റെയൊക്കെ ക്രിസ്ത്യാനിത്വം ഉണ്ടല്ലോ. എടാ സാമുവേൽ മാത്യു, എടാ കൂതറേ, ആദ്യം പോയി നല്ല അണ്ടസ്സുള്ള ആണിനെ പോലെയൊക്കെ വന്ന് സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്ന് എന്നോട് വന്ന് സംസാരിക്കേ കമന്റ് ബോക്സിലെ. ഹബീബായ തങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് കൊടുത്തേക്കണം, സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്നവന്മാര്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഹബീബായ തങ്ങൾ എന്ന് പറയുന്ന ഹബീബായ തങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സൗദയെ കണ്ടപ്പോഴത്തേക്കും ആർക്ക് ഇളക്കം? സൗദയെന്ന് സൈനബയെ കണ്ടപ്പോൾ, മരുമകളെ കണ്ടപ്പോൾ. ഇന്ന് നാട്ടിൽ നടക്കുമോ പ്രിയ സഹോദരങ്ങളെ? അതിനെന്താ പേര് പറയുന്നത്? ഒരു മരുമകളെ സ്വന്തം മകളെപ്പോലെ കാണേണ്ടതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയും പഠിപ്പിച്ചും കൊടുക്കേണ്ടതിന് പകരം മരുമകളെ കണ്ടപ്പോ അങ്ങ് കാമം തോന്നി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെയാണ് കൊതമതിന്റെ മതത്തിന്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കൊതമതിന്റെ ഈ സൈനബിയോടുള്ള പ്രണയം ഞാനൊരു പാട്ടാക്കി എഴുതിയിട്ടുണ്ട്. ഇവരുടെ കഥകളി നമുക്കിനി പാരഡി പോലെ ഇറക്കി കൊടുക്കാം. എന്നാല് ജനഹൃദയങ്ങളിൽ ചെന്ന് എത്തത്തുള്ളൂ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ കൊതഭോഗം നടത്താൻ സമയമെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം കൺട്രോള് പോയി പെണ്ണേ, കാണാതെ വയ്യെന്ന് തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, സൈനബ പൂത്തുലഞ്ഞു, ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി, സൈദിനോട് ചെന്നു ചൊല്ലി തലാക്ക് ചൊല്ലുമോനെ, ഷഡ്ഡിയിട്ട പെണ്ണഴക് സൈനബയേ, നിന്നെ കണ്ടാൽ കൺട്രോൾ പോകും പെണ്ണേ എനിക്ക്, ഷഡ്ഡിയിട്ട പെണ്ണഴക് സൈനബയേ, നിന്നെ കണ്ടാൽ കൺട്രോൾ പോകും പെണ്ണേ എനിക്ക്, നേരിയ നെറ്റുവസ്ത്രമിട്ട് ഷഡ്ഡിയും ബ്രായും അണിഞ്ഞ് നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടപ്പോൾ നെഞ്ചൊന്നു തേങ്ങി, രാവിൽ നിന്റെ പൂമേനി കണ്ട് പുളകം കൊണ്ടൻ മേനിയൊന്നാകെ, കൊതഭോഗം നടത്താനുള്ള ആർത്തി തോന്നി, അമ്മായച്ച സൈദ് മോന് ഇവിടെയുണ്ട്, പിന്നെങ്ങനെ കൊതഭോഗം നടത്തും നിങ്ങൾ, വഴിയുണ്ട് പെണ്ണേ സൈനബ, സൈദ് നിന്നെ തലാക്ക് ചൊല്ലും പെണ്ണേ സൈനബ, ഷഡ്ഡിയിട്ട പെണ്ണഴക് സൈനബയേ, നിന്നെ കണ്ടാൽ കൺട്രോൾ പോകും പെണ്ണേ എനിക്ക്, ഷഡ്ഡിയിട്ട പെണ്ണഴക് സൈനബയേ, നിന്നെ കണ്ടാൽ കൺട്രോൾ പോകും പെണ്ണേ എനിക്ക്, അപ്പോൾ നമ്മുടെ ഓരോ കഥകളും, സൈനബയുടെ കഥ എടുത്താൽ അതിനും ഒരു പാട്ടുണ്ട് നമുക്ക്. മനസ്സിലായോ? ഇവരുടെ പാട്ടുകൾ തള്ളാഹുവിന്റെ കൊതമതിന്റെ ജീവിത ചരിത്രം നമുക്കൊരു പാട്ടിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും?
അവതരിപ്പിച്ച് ലോകത്തിന് മുമ്പിൽ മുഴുവൻ എത്തിക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് കൂടുതലൊന്നും ഞാൻ ചേർക്കാനൊന്നും പോയില്ല കേട്ടോ. കുറച്ച് വരികളെ ചേർത്തിട്ടുള്ളൂ. ബാക്കിയുള്ള വരികളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ, അതും പാട്ടിനകത്തുള്ളതാ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, അത് പാട്ടിനകത്തുള്ളതാ. പക്ഷെ ഞാൻ അവിടെ ചെറിയൊരു ചേഞ്ച് വരുത്തിയെന്നേ ഉള്ളൂ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ, കാരണം സൈനബിയെ കയറി കണ്ടപ്പോഴേ കണ്ടെത്തി, ഓ കൊതഭോഗം നടത്താൻ പറ്റിയുള്ള പീസാടേ എന്ന് പറഞ്ഞ് കണ്ടെത്തി. പിന്നെയോ പിന്നെയും പിന്നെയും കണ്ട നേരം, പിന്നെയും പിന്നെയും കണ്ട നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള വരി തന്നെയാണ്. പിന്നെയും പിന്നെ അവിടെ ഇറങ്ങി പോകണമെന്ന് തോന്നിയിരുന്നു കൊതമതിന്. പക്ഷെ കൊതമത് പോയില്ല, വീണ്ടും ഒന്ന് തിരിഞ്ഞ് ഇങ്ങനെ നോക്കി. അപ്പൊ സൈനബ എന്താ അമ്മായിച്ചാ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പൊ പിന്നെയും പോയിട്ട് പിന്നെയും വന്നിട്ട് അത് മോനെ നമ്മുടെ സൈദ് മോൻ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഒന്ന് നോക്കുമായിരുന്നു. പിന്നെയും പിന്നെയും കണ്ട നേരം കൺട്രോള് പോയി പെണ്ണേ. സൈനബയെ പിന്നെയും കണ്ടപ്പോഴത്തേക്കും കൺട്രോൾ അങ്ങ് പോയി കിട്ടി. കൺട്രോള് പോയി പെണ്ണേ. അടുത്ത വരി കാണാതെ വയ്യെന്ന തോന്നലായി. കണ്ടിട്ടങ്ങ് ഇറങ്ങി പോയതാ. പോയി വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ കാര്യം നടത്താതെയാണല്ലോ ഇറങ്ങി വന്നേ. ശരിക്ക് വയ്യ, ഇനി കാണാതിരിക്കാനും പറ്റത്തില്ലാത്ത അവസ്ഥയായി. ഒന്ന് കാര്യം നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് കാണാതെ വയ്യെന്ന തോന്നലായി. കണ്ടിട്ടും പോരാതായി. ശരിയാ, കണ്ടിട്ടും പോരാതെയായി. ഇനിയും പോയി ഒന്ന് ഷൈനബയുടെ ചടിയും പാടിയും ഇട്ടിരിക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ ഇനിയും അവസരം കിട്ടിയെങ്കിലോ എന്ന് ആഗ്രഹിച്ച് നമ്മുടെ കൊതമത് അങ്ങനെ കിടക്കുക. ഇപ്പൊ എന്ത് ചെയ്ത് വേണം ഇവളെ സ്വന്തമാക്കാനായിട്ട്? അയ്യോ എനിക്ക് വയ്യ, എന്റെ കൺട്രോളും പോയി കിടക്കുന്നത്, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും പോരാതെ ആയി. ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ആത്മാവിൽ തേൻ നിറഞ്ഞു. സ്വപ്നത്തിൽ എന്ത് ചെയ്തു? അങ്ങിരുന്ന് കാര്യം നടത്തിയെടുത്തു കഴിഞ്ഞപ്പോ എന്തുവാ സൈനബയും പൂത്തുലഞ്ഞു, കൊതമതിന്റെയും കാര്യം റെഡിയായി എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊതമത് എന്ത് ചെയ്തു? നേരെ വഴിയുണ്ടടാ, ഇപ്പൊ കാണിച്ചു തരാം വഴിയുണ്ടെന്ന് പറഞ്ഞ് നേരെ സൈദിനോട് പോയിട്ട് പറഞ്ഞു, സൈദ് മോനെ ആ വരിയും ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്തുവാ? ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം. ഇത് ഞാൻ ഉണ്ടാക്കിയ വരിയല്ല, ഓൾറെഡി ഉള്ള വരിയാണ്. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. അതും വരിക്കകത്തുള്ളതാ. ഇതെല്ലാം സൈദ് കൊതമതിനെ ഓർത്ത് നേരത്തെ പാട്ടുകാരൻ എഴുതി വെച്ചോ എന്നൊരു കൈതപ്പുറം ചിലപ്പോൾ ഇതൊക്കെ നേരത്തെ ഓർത്ത് വെച്ചിരുന്നോ എന്നൊരു സംശയമുണ്ട്. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി എന്ന് പറഞ്ഞതുപോലെ സൈനബയെ ഉള്ളിലൊളിച്ച ആ മോഹം, സൈനബയെ കൊതഭോഗം നടത്താനുള്ള ആ മോഹം കള്ളത്തരങ്ങളുടെ തുള്ളികളായിട്ട് അങ്ങ് വന്നിട്ട് സൈദിനോട് പോയി പറയുകയാണ്, സൈദേ എന്റെ മകനെ, സൈദേ നീ മനസ്സിലാക്കിക്കോ, തള്ളാഹു ഈ റസൂലിന് വേണ്ടി ഒരുക്കി വെച്ച പെണ്ണായിരിക്കുന്നു നിന്റെ ഭാര്യ സൈനബ. അതുകൊണ്ട് മകനെ സൈദേ, നീ റസൂലിന് വേണ്ടി നിന്റെ ഭാര്യയെ വിട്ടുകൊടുത്താൽ സ്വർഗത്തിൽ നിനക്ക് 72 കൂറിയുടെ കൂടെ എക്സ്ട്രാ 72 കൂറിയെ കൂടി ഞാൻ തരാൻ പറഞ്ഞേക്കാം. കുഴപ്പമില്ല പൊന്നുമോനെ, ഒന്ന് തലാക്ക് ചൊല്ലി താടാ, എന്റെ കൊതഭോഗം ഒന്ന് നടത്തട്ടടാ എന്ന് പറഞ്ഞു പോയിരുന്ന് കരയുകയായിരുന്നു. അവസാനം പെണ്ണ് കിട്ടാതെ അലഞ്ഞു കിടക്കുന്നൊരു ഊള സ്വന്തം മരുമകളടുത്ത് പോയി ജോയ് പൗലോസ്, എടാ പോടാ വിവരം കിട്ടവനെ, ആദ്യം പോയി നീ കാണണ്ട, പോയി പിന്നെ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്ന് കമന്റ് ഇടൂ. എനിക്ക് വയ്യ ഇവന്മാരെപ്പെട്ട് നട്ടല്ലാത്ത ആണും പെണ്ണും കിട്ട ക്രിസ്ത്യാനിക്ക് ഉണ്ടായവനെ, കഴുതകളെ. ഞാൻ പെണ്ണല്ലേടാ, എന്നോട് സംസാരിക്കണമെങ്കിൽ നീയൊക്കെ മാന്യമായിട്ടൊരു കാര്യം സംസാരിക്കണമെങ്കിൽ പോലും ഒരു സ്വന്തം പ്രൊഫൈൽ ഇടാനുള്ള തന്റെ ഇടം കാണിച്ചിട്ട് വാടാ. നിനക്കൊക്കെ എത്ര വേണമെങ്കിലും ഇട്ടോ നീയൊക്കെ. നിന്റെ ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നീ എഴുതിയത് മുഴുവൻ ഇപ്പൊ സെപ്റ്റി ടാങ്കിൽ കൊണ്ട് അറിഞ്ഞില്ലേ നിന്റെ കമന്റ് എടുത്ത് ഞാൻ ബ്ലോക്ക് ചെയ്തു. എന്തുകൊണ്ടാ? സ്വന്തം പ്രൊഫൈൽ അല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് മെനക്കെട്ട് കയ്യിരുന്ന് കുത്തിയിരുന്ന് എന്ത് ചെയ്യണ്ട? മനസ്സിലായോ? കമന്റ് ഇട്ട് തള്ളി മറക്കണ്ട. സ്വന്തം പ്രൊഫൈൽ ഇല്ലാത്തവൻ മെനക്കെട്ടിരുന്ന് കമന്റ് തള്ളി മറിച്ചാൽ തീട്ടത്തിൽ കൊണ്ട് മുക്കുന്ന കണക്ക് ഞാൻ ഇതിന്റെയൊക്കെ കമന്റുകൾ കൊണ്ടുപോയി ബ്ലോക്ക് ചെയ്തങ്ങ് ഇടും. പിന്നെ എന്ത് ചെയ്യും? കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയത് വെറുതെ ആയിപ്പോയി. അടി കർണത്ത് കിട്ടിയത് നമുക്ക് ആയി പോത്തില്ലടാ വിവരം കെട്ടവന്മാരെ. ഞാൻ ബ്ലോക്ക് ചെയ്ത അതിന്റെയൊക്കെ മോന്തയ്ക്ക് കിട്ടിയത് കാത്തല്ലേ അടി. വെറുതെ ഇന്ന് കഷ്ടപ്പെട്ട് സമയം കളയാതെ. അപ്പോൾ ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായിട്ട് സൈനബയോട് പോയി ചെന്നത്, ഇതിനോട് പോയി കള്ളത്തരം പറഞ്ഞ് നിനക്ക് 72 കൂറിയെ സ്വർഗത്തിൽ തരുന്നതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ നിന്റെ ഭാര്യയും കൂടി എനിക്ക് ഭോഗിക്കാൻ തന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ കൂറിയെ വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ചു തരാം. ഇതിനേക്കാൾ സുന്ദരിയായൊരു കൂറിയെയോ ഇന്നലെ സ്വപ്നത്തിൽ ഞാൻ കിടന്നപ്പോഴുണ്ടല്ലോ എനിക്ക് തള്ളാക്ക് കാണിച്ചു തരികയായിരുന്നു, നിന്റെ സുന്ദരിയായിരിക്കുന്ന കൂറിയെ ആകാശത്ത് സ്വർഗത്ത് എന്ന് പറഞ്ഞ ആ പാവം പിടിച്ചവന് കള്ളം പറഞ്ഞു കൊടുത്തു സൈദിനോട്.
സ്വർഗത്തില് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടത് അള്ളാഹു എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു, നിന്റെ ഭാര്യ എനിക്ക് വിട്ടു തന്നാൽ നിനക്ക് തരാൻ പോകുന്ന ആ മഹനീയ, ആ സുന്ദരിയായ, ഏറ്റവും സുന്ദരിയും ശ്രേഷ്ഠവതിയുമായ പെണ്ണിനെ എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. അവളുടെ മുഖം എനിക്ക് കാണാൻ പറ്റിയില്ല, അവള് തുണി ഇട്ടിങ്ങനെ മറച്ചിരിക്കുകയായിരുന്നു, പക്ഷെ അവൾ ഭയങ്കര സുന്ദരിയായിരുന്നു, തുടുത്ത മാറിടമാണെന്നൊക്കെ പറഞ്ഞ് പാവം പിടിച്ചവനെ തള്ളി മറിച്ചിട്ടാണ് ആ സൈദിനെ കൊണ്ടുപോയി തലാക്ക് 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 എന്ന് 3 പ്രാവശ്യം ചൊല്ലിപ്പിച്ചിട്ട് ഈ വൃത്തികെട്ടവൻ പോയി കൊതഭോഗം നടത്തിയത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അവരിൽ ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി സൈദിനോട് ചെന്ന് ചൊല്ലി തലാക്ക് ചൊല്ലുമോനെ. ഷഡ്ഡിയിട്ട പെണ്ണഴക് സൈനബയേ, നിന്നെ കണ്ടാൽ കൺട്രോൾ പോകും പെണ്ണേ എനിക്ക്. ഷഡ്ഡിയിട്ട പെണ്ണഴക് സൈനബയേ, നിന്നെ കണ്ടാൽ തല കൺട്രോൾ പോകും പെണ്ണേ എനിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം. കൃത്യമായിട്ട് വരികളെല്ലാം തന്നെ കൃത്യമായിട്ട് ഇവന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തതാണ് രസം. നേരിയ നെറ്റ് വസ്ത്രമിട്ട് സൈനബ് അതായിട്ടിരുന്നത്. ഷഡ്ഡിയും ബ്രായും അണിഞ്ഞ്, അകത്തൊരു ഷഡ്ഡിയും ബ്രായും മാത്രമേ സൈനബയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതും ചെറുതായിരുന്നു. നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടപ്പോൾ നെഞ്ചൊന്നു തേങ്ങി. ആ നിൽക്കുന്ന നിപ്പ് കണ്ടപ്പോഴത്തേക്കും കൊതമതിന്റെ നെഞ്ചങ്ങ് തേങ്ങി. എന്നിട്ട് രാവിലെ നിന്റെ പൂമേനി കണ്ട് പുളകം കൊണ്ടൻ മേനിയൊന്നാകെ. രാവിലെ ആ പൂമേനി ഇങ്ങനെ ആ കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പുളകം, ഒരു കുളുകുളുകുളു. രാവിലെ നിന്റെ പൂമേനി കണ്ട് പുളകം കൊണ്ടൻ മേനിയൊന്നാകെ കൊതഭോഗം നടത്താനുള്ള ആർത്തി തോന്നി. അടുത്ത രസം. അമ്മായച്ച സൈദ് മോന് ഇവിടെയുണ്ട്, പിന്നെ എങ്ങനെ കൊതഭോഗം നടത്തും നിങ്ങൾ? അപ്പൊ കൊതമത് വഴിയുണ്ട് പെണ്ണേ സൈനബ, സൈദ് നിന്നെ തലാക്ക് ചൊല്ലും പെണ്ണേ സൈനബ. ഷഡ്ഡിയിട്ട പെണ്ണഴക് സൈനബയേ, നിന്നെ കണ്ടാൽ കൺട്രോൾ പോകും പെണ്ണേ എനിക്ക്. ഷഡ്ഡിയിട്ട പെണ്ണഴക് സൈനബയേ, നിന്നെ കണ്ടാൽ കൺട്രോൾ പോകും പെണ്ണേ എനിക്ക്. കണ്ടോ? അപ്പം ഇതാണ് നമ്മുടെ കൊതമത് നബി എന്ന് പറയുന്ന നമ്മുടെ അല്ലാഹുവിന്റെ ഇഷ്ട പ്രവാചകന്റെ ലൈഫ് ചരിത്രം. ഈ ഒരു ഒറ്റ നബിയെ ഇവർക്കുണ്ട് ഫിംഗർ പോയിന്റ്. അതിന് 6-ാം നൂറ്റാണ്ടിൽ ഷഡ്ഡി ഉണ്ടായിരുന്നു. ഷഡ്ഡിയൊക്കെ ഉണ്ടായിരുന്നു, കോണകം കെട്ടി നടക്കുമായിരുന്നു, കോണകം എടുത്തെടുത്ത് നടക്കുമായിരുന്നു. അത് ഷഡ്ഡി പോലെയാണ് അന്നിരുന്നത് ആ കോണകം, അതുകൊണ്ട് ഷഡ്ഡിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ സൂപ്പർ ഡ്രസ്സൊക്കെ ആണ് 6-ാം നൂറ്റാണ്ടിലും. ഇന്നത്തെ കാലത്ത് ആ ഡ്രസ്സില്ലാതെ ഉടുതുണി ഇല്ലാതെ നടക്കുന്നതാണ്. 6-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും ഒക്കെ അടിപൊളി വസ്ത്രമൊക്കെ ആൾക്കാർ ധരിച്ചിരുന്നു. റാണിമാരൊക്കെ ഇട്ടിരുന്നത് ഭയങ്കര കൂടിയ വസ്ത്രങ്ങളൊക്കെ ആയിരുന്നു. മനസ്സിലായോ? കോണകമല്ല, അന്നത്തെ കാലത്ത് ഉടുപ്പുണ്ടാക്കാൻ വേണ്ടി ഷഡ്ഡി ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ദേഹത്തിടാൻ വേണ്ടി ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യാമെങ്കിൽ പിന്നെ ഷഡ്ഡി ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ എന്നെ വല്ല കുഴപ്പമുണ്ടോ? അന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഉടുതുണിയില്ലാതെ നടക്കുന്ന കാഴ്ചകൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. അന്ന് ഇതിനേക്കാളും ബെസ്റ്റ് ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രങ്ങളൊന്നും ധരിച്ചിരുന്നു ആൾക്കാർ. മനസ്സിലായോ? അപ്പൊ എന്തായാലും സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊതമത് എന്ന് പറയുന്ന ഒരു മതം എന്ന് പറയുന്നത്. കൊതമതിന്റെ മതം അത് എന്താന്ന് വെച്ചാൽ വെറും കൊതഭോഗം മാത്രമേ ഇതിനകത്ത് പ്രാധാന്യമുള്ളൂ. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ഇരുന്ന ക്രിസ്ത്യാനികളെ ആരും
ഒരിടത്തും ഒരു ക്രിസ്ത്യാനിയും കൊതമതിനെ ചൊറിയാൻ പോയിട്ടില്ല. പക്ഷെ അവന്റെ തൂറാന്റെ പുസ്തകത്തിനകത്ത് ക്രിസ്ത്യാനികൾ വഴിപിഴച്ചവര്, ക്രിസ്ത്യാനിയുടെ വിശ്വാസം തെറ്റ്, ക്രിസ്ത്യാനികൾ ദൈവമെന്ന് വിശ്വസിക്കുന്ന അവരുടെ ദൈവം മരിച്ചിട്ടില്ല, ക്രൂശിൽ നിന്ന് ഇറങ്ങി ഓടി, എന്തൊക്കെ തോന്നിയവാസങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു മതത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു പുസ്തകത്തിനകത്ത് മുഴുവനും എഴുതി വെച്ച് അവർ കൊണ്ടു നടക്കും, അതവർ പ്രസംഗിക്കും, അവർക്കത് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞാൽ മാത്രം എന്നാ പ്രശ്നമുണ്ടോ? ഞാൻ ചോദിക്കുവാ, ഒരു മതത്തെ യഹൂദന്മാരെ മുഴുവനെയും മുച്ചൂട് മുടിക്കണമെന്ന് അവന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. തൂറാന്റെ പുസ്തകത്തിനകത്ത് സകല യഹൂദന്മാരെയും കൊന്നു കളയണമെന്ന് പറഞ്ഞിട്ട് ഒരു യഹൂദനെ പോലും ബാക്കി വെച്ചേക്കരുതെന്ന് പറഞ്ഞ് അതിന്റെ തുടർഫലനമാണ് കേരളത്തിൽ മുഴുവനും ലോകമെപ്പാടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നാലും സന്തോഷം കൊണ്ട് പുളകം കൊള്ളുന്നത്, കൂത്തികൾ വന്ന് ആക്രമിക്കാൻ വന്നാലും സന്തോഷം കൊണ്ട് പുളകം കൊള്ളുന്നത്, ഹമാസ് വന്നാലും സന്തോഷം കൊണ്ട് പുളകം കൊള്ളുന്നത്, സിറിയ വന്നാലും സന്തോഷം കൊണ്ട്, ഹിസ്ബുള്ള വന്നാലും സന്തോഷം കൊണ്ട് എങ്ങനെയെങ്കിലും ഇവന്മാർക്ക് എന്ത് ചെയ്യണം, ഈ ഇസ്രായേലിനെ ഒന്ന് തീർത്തു കിട്ടണം എന്നുള്ള ഒരു വ്യാമോഹവും കൊണ്ട് അങ്ങ് നടക്കുകയാ. എന്നാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? എന്നിട്ട് അടി പുറം കൊണ്ട് നല്ല അടിയും മേടിച്ചിട്ട് ഇവന്മാർ ഓടുന്നു. ഓട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് എന്നാലും പഠിക്കത്തില്ല. അന്തിമ വിജയം തള്ളാകൂൻ അങ്ങ് തള്ളും. എടാ, ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന് എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടെങ്കിൽ, ഒരു മഹത്വം നിങ്ങൾ വിളിക്കുന്ന ദൈവം, നിങ്ങൾ സ്വയം ചിന്തിക്ക് കോയമാരെ. നിങ്ങൾ വിളിക്കുന്ന ഒരു ദൈവത്തെ ആണെങ്കിൽ ആ ദൈവത്തിന് അല്പമെങ്കിലും നിങ്ങളോട് കരുണ കാണിക്കണ്ടേ? നിങ്ങളെ ഇങ്ങനെ അടിക്കാൻ, കയറ്റാനും അടിക്കാനും മാത്രം പറഞ്ഞു വിടും. നിങ്ങൾക്ക് ദൈവത്തെ സംരക്ഷിക്കണം. ബാക്കിയുള്ള മതങ്ങളിൽ എല്ലാത്തിലും ദൈവങ്ങൾ ആ മനുഷ്യനെ സംരക്ഷിക്കുന്നത്. പക്ഷെ ഇവരുടെ കൊതമതത്തിന് മാത്രമേ ഉള്ളൊരു പ്രത്യേകതയുള്ളെന്ന് വെച്ചാൽ ഇവരെല്ലാം കൂടി അങ്ങോട്ട് ദൈവത്തെ സംരക്ഷിക്കും. അവരുടെ ദൈവത്തെ രക്ഷപ്പെടുത്തുന്നതും അവരുടെ പ്രവാചകനെ സംരക്ഷിക്കാനൊക്കെ ഇവർ കൂട്ടമായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കും. ഇവരുടെ കൊതമതത്തിന്റെ പ്രത്യേകത അതാണ്. ബാക്കിയുള്ള എല്ലാ മതങ്ങളിലും ദൈവങ്ങൾ മനുഷ്യരെ സംരക്ഷിക്കുന്നു. ഇവരുടെ മതത്തിൽ മാത്രമേ ഉള്ളൂ ഇവർ ദൈവത്തെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ ഇവരുടെ ദൈവത്തും 24 മണിക്കൂർ കയറിക്കൊണ്ടിരിക്കും. ഇവരുടെ ദൈവം കയറുമ്പോൾ ഇവർ താഴെ ഇറക്കണം ഇവരുടെ ദൈവത്തെ ആരെങ്കിലും തെറി വിളിച്ചാൽ ഇവർ തിരിച്ച് തെറി വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ ദൈവത്തെ സംരക്ഷിക്കണം. അവരുടെ ദൈവത്തിന് ഒന്നും അറിയത്തില്ല. കുഞ്ഞുവാവയ്ക്ക് ഇരുന്നിട്ട് പറയാനറിയാം, അന്തിമ വിജയം തല്ലാകുരു അന്തിമ ദിവസം ഉണ്ട് കേട്ടാ, നിന്നെ ഞാൻ തറു അപ്പവേ, നീ ഇന്നിപ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അന്തിമ വിജയം തള്ളാൻ മാത്രം അറിയാം. നിങ്ങൾക്ക് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും കൊണ്ടു നടക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയോട് ഇത്ര വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും നിങ്ങൾക്കില്ലേ? നിങ്ങളുടെ തള്ളാകുവാണ് ഇത് ഉണ്ടാക്കി തന്നത് പോലും എന്ന് അവൻ വിചാരിച്ച ഒരു സെക്കൻഡ് മതിയല്ലോ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ കാരുണ്യവാനും കരുണാനിധിയും മുക സ്റ്റാലിനും ഉദയനിധിമാരനുമായ തള്ളാകുന്നാണല്ലോ തള്ളിമറിക്കുന്നത്. ഈ കാരുണ്യവാനും കരുണാനിധിക്കും ഒന്നും ഒരു അല്പസമയം പോരെ ഇസ്രായേൽ ജനതയെ ഒന്നും തീർത്തു തരാനായിട്ട്? എന്തിന് അവന്മാർ വിടുന്ന മിസൈലിന് പവർ കൂട്ടിക്കൊടുത്താലും മതി. ഇസ്രായേൽ ഇവിടുന്ന് അങ്ങോട്ട് വിടുന്ന അയൺഡോം എന്ന് പറയുന്ന സാധനം പൊട്ടാതിരിക്കാൻ അല്ലാഹു ചെറുതായിട്ടൊന്ന് ശ്രമിച്ചാ പോരെ? ആ ശക്തി ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ശ്രമിച്ചാ പോരെ ആ ശക്തി ഉപയോഗിച്ചിട്ട്? എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഇസ്രായേലില് വിജയം കൊടുക്കാൻ അവന്മാരെ തമ്മിൽ തന്നെ കർത്താവ് അടുപ്പിക്കാറുണ്ട് പലപ്പോഴും. അവിടുന്ന് വിടുന്ന മിസൈലുകൾ തിരിച്ച് അവന്റെ കൂടാരത്തിൽ തന്നെ പോയി പതിഞ്ഞിട്ടുണ്ട് പലവട്ടവും. ഹമാസ് അവിടുന്ന് ഇങ്ങോട്ട് വിടും, കർത്താവ് തിരിച്ച് അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടും. അത് നേരെ പോയി അവന്റെ കുണ്ടിക്ക് തന്നെ പോയി വീണ് പൊട്ടാറുണ്ട്. അത് കർത്താവ് ചെയ്യാറുണ്ട് പലപ്പോഴും. അതാണ് ദൈവത്തിന് തന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ പിന്നിലെ രീതി. അതാണ് ഇസ്രായേൽ മക്കളെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ദൈവം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ഒപ്പമാണ് നിൽക്കുന്നതെന്ന്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും ഇതൊന്നും മനസ്സിലാക്കാതെ, ഇതൊന്നും തിരിച്ചറിയാതെ ഇന്ന് എന്നെ കേൾക്കുന്ന കുറച്ച് ആളുകള് ഇന്ന് റീന ഇത് പറയുമ്പോഴത്തേക്കും റീനയോട് എന്തോ വലിയൊരു മഹാപാതകം ചെയ്തതുപോലെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് പല ക്രിസ്ത്യാനികൾക്കും തോന്നുന്നത്. കാരണം മതേതര സ്നേഹികളാണല്ലോ, ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളും ഉണ്ട് കേട്ടോ. ഭയങ്കര മതേതര മൂത്ത ക്രിസ്ത്യാനി ഹിന്ദു എന്ന് പറയുന്ന കുറെ എണ്ണങ്ങളുണ്ട്. ഇവരൊക്കെ ഭയങ്കര ഇവരോടുള്ള സ്നേഹം മൂത്തിട്ട് ഇങ്ങനെ റീന പറയുന്നത് തെറ്റാണ്, റീന ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളുടെ വാല്യൂ പോലും മനസ്സിലാക്കാതെ നിങ്ങൾ പോകും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ചുറ്റും മൗനമായിരിക്കുന്ന ഈ കോയമാരെന്ന് പറയുന്നത് കോയമാർ മൗനമായിരിക്കുന്ന മൗനം പോലും ഭയക്കേണ്ടതുണ്ട്. നിങ്ങൾ നല്ല കോയന്മാരുണ്ടെന്നൊക്കെ പറയാറുണ്ട്, ശരിയാണ്, നല്ലവരൊക്കെ ഉണ്ട്. പക്ഷെ ഈ നല്ല കോയന്മാര് പോലും ഈ വൃത്തികെട്ടവന്മാരുടെ വൃത്തികേടിനെതിരെ പ്രതികരിക്കാറില്ല. ആകെ എക്സ് മുസ്ലിം എന്ന് മാത്രം കുറച്ചുപേര് പ്രതികരിക്കുന്നുള്ളൂ.
അല്ലാതെയുള്ള ആ മതത്തിൽ കിടക്കുന്ന കോയന്മാരെന്ത് ചെയ്യാറില്ല, അവർ പ്രതികരിക്കാറില്ല. എന്തുകൊണ്ടാ പ്രതികരിക്കാത്തത്? അവർക്ക് പേടിയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചുറ്റും താമസിക്കുന്ന കോയമാർ നല്ലവരെ പോലെ നിങ്ങളുടെ കൂടെ ഇരിക്കുകയും ചെയ്യും. എന്നാൽ ഈ തോന്നിവാസങ്ങളെ പ്രതിരോധിക്കാതെയും പ്രതികരിക്കാതെയും ഇരിക്കുകയും ചെയ്യുന്ന ഒരു നാൾ വരുമ്പോൾ ഈ സമൂഹത്തിൽ ഇവന്മാർ പെറ്റുപെരുകി അധികാരം പിടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പരിസരവാസത്ത് താമസിക്കുന്ന കോയന്മാരെ നിങ്ങൾ സംരക്ഷിക്കാൻ വരത്തില്ല. അതാദ്യം മനസ്സിലാക്കണം. അവർ നമ്മുടെ അയൽവാസികളാണ്, പാവം മനുഷ്യരാണ് എന്ന് പറഞ്ഞൊന്നും നിങ്ങളെ ആരും സംരക്ഷിക്കാൻ പ്രത്യേകിച്ചൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങളെ ബലിയാടായിട്ട് തന്നെ ഇട്ടുകൊടുക്കും ഈ മൗനം വെച്ചിരിക്കുന്ന കോയന്മാരെന്ന് പറയുന്ന കോയന്മാര്. അതാണ് ഈ മതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. താമസിയാതെ അറിയാത്ത പിള്ള ചൊറിയുമ്പം അറിയുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ ചൊറിഞ്ഞടിമേടിക്കാനുള്ള വർഗമാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഊളകള്. പ്രത്യേകിച്ചും മനസ്സിലായോ? ചൊറിഞ്ഞ് നിങ്ങൾ അടി മേടിച്ചോളും. നിങ്ങൾ എന്ത് പറഞ്ഞ ഇപ്പം അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറഞ്ഞാൽ അറിയുമ്പോൾ നിങ്ങൾ ചൊറിഞ്ഞാൽ മതി, ചൊറിയുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫോൺ ഓഫായി പോയില്ലെങ്കിൽ കാണിച്ചു തരാം. അതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ താമസിച്ച സമൂഹത്തിൽ നിങ്ങൾക്കൊരു വിലയും നിലയും ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ താമസിക്കുന്നത്. നിങ്ങൾ താമസിക്കുന്ന സമൂഹത്തില് ഒരു മിനിറ്റ്, കേരളത്തിലെ സ്കൂളില് നടത്തുന്ന പരിപാടിയാണ് ഇത്. വല്ലതും ക്രിസ്ത്യാനികളുടെ ഹിന്ദുക്കളുടെ ഇപ്പൊ ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, നടത്താൻ പാടില്ലെന്നാ പറയുന്നത്. ഇത് ഹിന്ദുക്കൾ വല്ല അവരുടെ പള്ളി സ്കൂളിൽ വല്ല ഹോമമോ കാര്യങ്ങളോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ വിവരം അറിയും. വിവരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതറിയും. ഇതാണ് കോയന്മാരുടെ പ്രത്യേകത. ഇതാ ഇത് നോക്ക്, ചുംബ ഡാൻസിന് നോക്ക്, അകത്തൂടി കൈയിട്ട് നോണ്ടെന്ന് നോക്കിക്കോ. ഹജ്ജിന് പോയതാ. ചുമ്മാ ഡാൻസിന് ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിക്കാൻ പാടില്ല. ഹജ്ജിൽ ഇങ്ങനെ ഉടുതുണി ഇല്ലാതെ നിൽക്കുമ്പോഴത്തേക്കും അകത്തൂടി കൈയിട്ട് പെണ്ണിന്റെ അവിടെ ഇവിടെയും കയറി എന്ത് ചെയ്യാം, പിടിക്കാം. No interpretation of religion should ever be used to excuse violence or control. Stay away from paganism and come back to Jesus Christ. Imagine this. Your mother, your sister, or your wife is suffering abuse. Not for anything they've done. ഒരു മിനിറ്റ്. ജോൺസൺ റെജി ഉമ്മൻ അവന്റെ അമ്മയെ ഒന്ന് പരിചയപ്പെടുത്തുമോ എന്നാ ചോദിക്കുന്നത്. അതിനെന്താ ജോൺസൺ റെജി അമ്മയും ഭാര്യയും ഒന്ന് പരിചയപ്പെടുത്തുമോ റീന? നിങ്ങൾ ആവശ്യങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ ചോദിച്ചു വാങ്ങിക്കൊള്ളുവിൻ. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങിച്ചു കൊള്ളുവിൻ. സഹോദരങ്ങളെ, ആ റെജി ഇതാണ് ജോൺസൺ റെജി ഉമ്മൻ. അപ്പൊ ഇതിന്റെ അമ്മയുടെ കൊതം പൊളിക്കാനായിട്ട് മുമ്പ് കോയന്മാരൊക്കെ ശരിക്കും വരുമായിരുന്നു റീന. ഇപ്പം വരുന്നില്ല, വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് കൊണ്ട്. അമ്മ പണ്ട് ഫ്രീ ആയിട്ടാണ് വെളിച്ചെണ്ണ കൊടുത്ത് കൊതം പൊളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കോയമാരെ വരുമ്പം വെളിച്ചെണ്ണയുമായിട്ട് വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് കടി കൂടുതലാണ് എന്നാണ് പറയുന്നത്, ജോൺസൺ റെജി ഉമ്മൻ പറയുന്നത്. മോനെ ജോൺസൺ റെജി ഉമ്മൻ, പരസ്യം മതിയോ? പോകുന്ന കോയമാരെ ദയവ് ചെയ്ത് ഇവന്റെ അമ്മയ്ക്ക് പോകുമ്പോൾ വെളിച്ചെണ്ണയുമായിട്ട് പോകും. അവർക്ക് കച്ചവടം പഴയതുപോലെ നടക്കുന്നില്ല. അവർ പണ്ട് വെറുതെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതുകൊണ്ട് അവർക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ കിട്ടുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ പോകുന്ന കോയമാരെല്ലാം ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ജോൺസൺ റെജിയെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ കൊച്ച്. ഇത് ഇവന്റെ കമന്റ് ബോക്സിനകത്തോട്ടൊന്ന് പോയാൽ മതി. കോയമാരെ, അമ്മ ഫ്രീ ആയിട്ടുണ്ട്, അമ്മയെ ഫ്രീ ആയിട്ട് അമ്മയും ഭാര്യയൊക്കെ ഉണ്ട്, അവരെയൊക്കെ തന്നോളാന്ന് പറയുന്നത്. പക്ഷെ പോകുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പോകുന്നവർ ഉറപ്പായിട്ടും കണ്ട അസൽ കുണ്ടൻ തന്നെയല്ലേ, 1.5 കുണ്ടനാ. ആഹാ, എന്ത് മനോഹരമായ കുണ്ടൻ.
അപ്പം ഈ കുണ്ടൻ്റെ അമ്മയ്ക്ക് കുറച്ച് തടി കൂടുതലാണ്. അപ്പം ഇപ്പം കസ്റ്റമർ ആരും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതുകൊണ്ട് പോകുന്നില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പോകുന്നവർ വെളിച്ചെണ്ണയുമായിട്ട് പോകുക, ദയവ് ചെയ്ത്. ഓക്കെ മോനെ, മതിയോ? ഹലോ, ജോൺസൺ റെജി ഉമ്മൻ, മതിയോ? മതിയോടാ മോനെ? അപ്പൊ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മയെ പരിചയപ്പെടുത്താൻ അവൻ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇടയ്ക്ക് എന്തുവാ ഇതിന് എന്തോ പറയുമല്ലോ, ഇതിന് കൊളാബ് ചെയ്യുക എന്ന് പറയത്തില്ലേ? അങ്ങനെ നമ്മുടെ ജോൺസൺ റെജി ഉമ്മന്റെ അമ്മയുടെ കൊതത്തിന് വേണ്ടി പോകുന്നവർ ദയവ് ചെയ്ത് വെളിച്ചെണ്ണയുമായി പോകാൻ മറക്കല്ലേ എന്നുള്ള ഒരു പ്രത്യേക അറിയിപ്പ് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ശരി മോനെ, അപ്പൊ സ്ഥലം കാലിയാക്കിക്കോ. ഇനി വല്ലതും ഉണ്ടോ മോനെ നിനക്ക് പറയാനായിട്ട്? അപ്പൊ നമ്മുടെ കൊതമതിന്റെ മക്കളുടെ ലക്ഷണമൊത്ത കുണ്ടനല്ലേ ജോൺസൺ? അതെ, ലക്ഷണമൊത്ത കുണ്ടൻ. ഇവിടെ എന്തിനാടാ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ വന്ന് അടി മേടിക്കുന്ന വിവരം കെട്ടവന്മാരെ? ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ് നിങ്ങളോട്. അല്ല, എന്താണ് നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് മനസ്സിലാക്കിയില്ലേ? കമന്റ് ബോക്സ് എന്ന് പറയുന്നത് ചൊറിഞ്ഞ് അടി മേടിക്കാനുള്ള പ്ലേസ് അല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കൈകാലുകൾ കുരുക്കും, ശരിയാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് സമൂഹത്തിൽ നടക്കുന്ന എന്താണെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ കയ്യും കാലും ഒക്കെ അത് കുരുകുരുപ്പ് വരും. അത് തീർക്കണമെങ്കിൽ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മുള്ളുമുറിക്കിലോട്ടൊന്ന് കയറിയിട്ടൊന്ന് താഴോട്ടൊന്ന് ഇറങ്ങണം. അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അമ്മയെ കയറ്റി ഇറക്കണം. ആർക്കാണെങ്കിൽ കുരുകുരുപ്പ് വരുന്ന അവരെ ഒന്ന് അതിനകത്തോട്ടൊന്ന് കയറ്റി ഇറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കുരുകുരുപ്പ് അങ്ങ് മാറി കിട്ടും. കമന്റ് ബോക്സ് കാണുമ്പോഴത്തേക്കും പിന്നീട് അങ്ങ് തോന്നത്തില്ല. നിങ്ങൾക്ക് പ്രാക്ടീസ് ആക്ക്. ഇനിയെങ്കിലും കമന്റ് ബോക്സ് കാണുന്നത് ആരുടെ കമന്റ്, എന്റെ കമന്റ് അല്ല, ആരുടെ കമന്റ് ബോക്സ് കണ്ടാലും ഇനി കാണുമ്പോൾ പേടിക്കണം. ചൊറിയാനുള്ള ആ ഒരു ടെൻഡൻസി മാറി കിട്ടണം. നല്ലൊരു വൈദ്യനും കൂടിയാണ് ഞാൻ, മനസ്സിലായോ? നിങ്ങളുടെ ചൊറിച്ചിലിനുള്ള മരുന്ന് കൃത്യമായിട്ട് തന്നെ 3 നേരം സേവിച്ചാൽ മാറിക്കിട്ടും. കമന്റ് ബോക്സുകൾ കാണുമ്പോൾ തന്നെയുള്ള നിങ്ങളുടെ ആ ഒരു ഇത് മാറിക്കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ കോയമാര് പാലിവുഡ് ഗാസ ഇത് ഓഫായി പോവുകയാണല്ലോ കർത്താവേ. ഇതാ പ്രശ്നം. നല്ലൊരു ഫോൺ മേടിച്ചു വയ്ക്കണം. യുവമാർക്കിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനെങ്കിൽ ഈ ഫോൺ പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട്. അവന്റെ മോന്തയ്ക്കൊരു കക്കൂസിന്റെ ഷേപ്പുണ്ട്. എന്തിനാടാ ഇങ്ങനെ നടന്ന് അടിമേടിച്ച് നാറുന്ന വൃത്തികെട്ടവന്മാരെ? വയ്യ, ചുമ്മാ എവിടെയോ കിടക്കുന്നവനാ. റിയ സാമുവല് ചേച്ചി, മമ്മദ് സൈനബയെ വരച്ചതാണോ അതോ സൈനബയാണോ മമ്മദിനെ വളച്ചത് നഗ്നത കാട്ടി? സൈനബ മമ്മദിന്റെ അടുത്ത് പോയില്ല. മമ്മദാണ് സൈനബയുടെ വീട്ടിൽ കയറി വലിഞ്ഞേറി പോയത്. സൈനബ വിചാരിച്ച് സൈദായിരിക്കും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാ വലിയ കാര്യത്തോടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ കൊതമത കയറി വന്നത്. പിന്നെ വന്നയാളെ പറഞ്ഞു വിടാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പ്രവാചകനല്ലേ, ഒരു കുളിപ്പ് സൈനബയ്ക്ക്. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഗനാഹാസ് വരം മോനെ, സ്വന്തം പ്രൊഫൈലിൽ വാടാ. നിനക്ക് എന്ത് വേണമെങ്കിലും ഇതൊക്കെ കമന്റ് ഇടുമ്പോഴത്തേക്ക് ആ സ്വന്തം പ്രൊഫൈലിൽ വന്ന് കമന്റ് ഇടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. അത് തൻ്റെ ഇടമല്ലേ? ഒരാണായിരുന്നു കൊണ്ട് 2 പറയണമെന്ന് തോന്നുമ്പോഴത്തേക്കും ആ സ്വന്തം ഫേസ് ഒക്കെ കാണിച്ചിട്ട് വന്ന് പറയാനുള്ള ആ തൻ്റെ ഇടം. അല്ലാതെ ഈ ഊളകളെ പോലെ, ഈ ശിഖണ്ഡിയെ പോലെ, കുണ്ടന്മാരെ പോലെ വളഞ്ഞ് കുത്തി വന്നിട്ട് പേക്കടി ഇട്ടിട്ട് വന്നിട്ട് നിങ്ങൾ പറയാനുള്ളത് ധൈര്യമായിട്ട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും പറഞ്ഞു, നോ പ്രോബ്ലം. ഏത് ലെവല് വേണമെങ്കിലും എടുത്തു വെച്ച് പറഞ്ഞു. പക്ഷെ സ്വന്തം പ്രൊഫൈല് വാ, അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ഫേക്ക് ഐഡികളിലൊന്നും വന്നിട്ട് ഇവിടെ കിടന്ന് കുറച്ചിട്ട് പോയാൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. പിന്നെ അടുത്ത ഐഡി ഉണ്ടാക്കിയിട്ട് വേണം എൻ്റെ ലൈവിൽ വെന്തപ്പോൾ കൂടി കയറണി കാണണമെങ്കിൽ പോലും വരേണ്ടത്. അല്ലാതെ ഒരു വല്ല. മനസ്സിലായോ? അത് അധികം മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ കേരളക്കര
ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ മതേതരം മൂത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നു. അവസാനം മതേതരക്കാരെല്ലാം നിങ്ങളുടെ തലയ്ക്കകത്ത് കൂടി കയറി ഇറങ്ങി നിരങ്ങി തൂറുമ്പോഴത്തേക്കും നീയൊക്കെ പഠിച്ചോളും. അയ്യോ എന്നും അന്ന് ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ച മതേതരമെല്ലാം അന്ന് കാത്തു സൂക്ഷിച്ചു വെച്ച മതേതരമെല്ലാം പോയി കിടക്കുകയാണല്ലോ, പൂത്തുലഞ്ഞ് അടക്കുകയാണെന്നുള്ളോ എന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. എൻ്റെ ഫോൺ എന്താണാവോ പ്രശ്നം. ഇനി ഒരു നേരം കൂടി ഓഫ് ആകുകയാണെങ്കിൽ പിന്നെ ഞാൻ എടുക്കുന്നില്ല ഇത്. ഷൂട്ടിങ്, പാളിവുഡ് ഷൂട്ടിങ്. ഹമാസ് കണ്ടാ ആഹാരം കൊടുക്കുന്നു ഹമാസിന്റെ കുഞ്ഞുങ്ങൾക്ക്. പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു, ക്യാമറയിൽ പകർത്തുന്നു. ഗാസയിലെ കുഞ്ഞുങ്ങളാണ് ഇതേ, അതും വാങ്ങിച്ചുകൊണ്ട് അടുത്തടുത്തോട്ട് പോവുക അവന്റെ ക്യാമറയിലെ വീഡിയോ എടുക്കാനായിട്ട്. കണ്ടോ? കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പാലിവുഡ് സ്റ്റൈല്. മദ്രസയില് കൊച്ചിന്റെ അകത്തോട്ട് കൈയിടാൻ വേണ്ടി ഉസ്താദിന്റെ മുഖം കണ്ട കൊതത്തിനകത്തോട്ട് കൊതമത് പഠിപ്പിച്ചതുപോലെ കൊതത്തിനകത്തോട്ട് കൈയിടാൻ ഉസ്താദ് കിടന്ന് വിടുന്ന പത്ര. കൊച്ചി എവിടുന്ന് അവിടെ രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടുക, കൊച്ചി എണ്ണീറ്റ് ഓടാൻ വേണ്ടിയിട്ട്. നോക്ക് കൈ എവിടെ പോന്നു നോക്കിക്കോ. കൊച്ച് വെപ്രാളം കൊള്ളുകയാ. ഇവൻ എവിടെ കയറി പിടിക്കാൻ പോകുന്നു കൊച്ചിന് നേരത്തെ അറിയാം, കാരണം ഇതിനൊക്കെ കുറെ പിടിച്ചിട്ടുള്ളതാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതാണ് നമ്മുടെ അടുത്ത വീഡിയോ. ഗാസയിൽ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞ് വെള്ളവും തൂക്കി വരുന്ന കാഴ്ച കണ്ടോ? അയ്യോ, വെള്ളം എടുത്തോണ്ട് വരുവാ കൊച്ച്. ഗാസയിലെ കൊച്ച് വെള്ളമില്ലാതെ ഇത് അവിടെ കൊണ്ട് വെച്ചു. അടുത്ത ഷൂട്ടിങ്ങിന് സമയമായി. ഇത് ആ വെള്ളം തിരിച്ച് നേരെ അടുത്തോട്ട് പോകുന്നു, അടുത്ത കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? നടന്നു വരുന്ന നോക്ക്. തൂക്കാൻ വയ്യാതെ വെള്ളവും എടുത്തുകൊണ്ട് വരുന്നു. പാലിവുഡ് കഥകളാണ് ഇതൊക്കെ. കണ്ടോ? പാലിവുഡേ ഷൂട്ടിങ് കണ്ടോ? കൊച്ചുങ്ങള് വെള്ളം തൂക്കിക്കൊണ്ട് വരാൻ പറ്റാത്ത വിധത്തിൽ എടുത്തോണ്ട് പോയിട്ട് കാണിച്ചിട്ട് തൂക്കിക്കൊണ്ട് വരാൻ ഇനിയാണ് കിടക്കുന്നത് കഥകള്. ഇത് ഇപ്പം തരാം, പിടിച്ചോ നിങ്ങള്. നമുക്ക് ഇവന്മാരെ ട്രോളുണ്ട, ഇവന്മാര് തന്നെ ട്രോളിക്കോളും. ഒരുപാടൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, ട്രോളാൻ നിൽക്കണ്ട. അവരെ ട്രോളാനുള്ള വകയൊക്കെ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ തരാം. ഫോട്ടോ എടുക്കുന്ന നോക്ക്, സെൽഫി എടുക്കുന്നുണ്ടോ? ഇതിനകത്ത് ഏത് മോന്ത കാണാൻ വേണ്ടിട്ടാ സെൽഫി എടുക്കുന്നതെന്ന് നിങ്ങൾ തന്നെ പറ. ഈ അപ്പിക്കുപ്പായം കിട്ട താത്തമാരൊന്ന് സെൽഫി എടുക്കുക. ഇതിനകത്ത് ആരാരെ തിരിച്ചറിയാനാ ഈ ഫോട്ടോ എടുക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, ആരാരെ തിരിച്ചറിയാനാ ഈ ഫോട്ടോ എടുക്കുന്നത്? ഇനി അടുത്തത് നോക്കിയോ. നമ്മൾ ട്രോളുണ്ട് കേട്ടോ. സ്വർഗത്തിൽ 2 നേരമേ ശാപ്പാടുള്ളൂ, 2 നേരമാണ് സ്വർഗത്തിലെ ഫുഡ്. വലഹും റിസ്ഖുഹും ഫീഹാ. സ്വർഗത്തിൽ 2 നേരം മാത്രമേ ഫുഡുള്ളെന്ന്. ഈ 2 നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കിടന്ന് കഷ്ടപ്പെട്ട് പൊട്ടിത്തെറിച്ച് പോകുന്നത് അങ്ങോട്ട്?
ഇവിടെ പോലും മനുഷ്യൻ 3 നേരം എന്ത് ചെയ്യാനായിട്ടാ കഴിക്കാൻ എങ്ങനെയെങ്കിലും ആഗ്രഹിക്കും. കാരണം വിശപ്പ് മനുഷ്യന് അങ്ങനെയാണല്ലോ. എന്ന സ്വർഗത്തിൽ 2 നേരം ഉച്ചയ്ക്ക് ഭൂഷണം ഫുഡ് തരത്തില്ല. കാരണം ഉച്ചയ്ക്ക് വേണം പോയിരുന്നിട്ട് എന്ത് ചെയ്യാം 72 കൂറിമാരെ നല്ല വൃത്തിയാണം കാര്യം കൊതഭോഗം നടത്താനായിട്ട്. അതുകൊണ്ട് 2 നേരം മാത്രമേ ഫുഡുള്ളൂ. ആ സ്വർഗത്തിൽ അവരുടെ ഭക്ഷണമുണ്ട്. പ്രഭാതത്തിലും പ്രദോഷത്തിലും. ഉച്ചക്കൂണില്ല. ഇവിടെ ഊണില്ല ഉച്ചക്ക്. പിന്നെ സ്വർഗത്തിൽ പോണ്ടാന്നല്ലേ? സുഹൃത്തുക്കളെ 2 നേരമേ ഫുഡുള്ളൂ. രാവിലെ കൊതമതിന്റെ ആൾക്കാരെ സ്വർഗത്തിൽ 2 നേരം. ഈ സ്വർഗത്തിലേക്കായി ഇവന്മാര് പോകാൻ ഈ പാടുപെടുന്നത്. 2 നേരം ഉച്ചയ്ക്ക് ഊണില്ല ഇവിടെ. ഹോട്ടലുകൾ ഉച്ചയ്ക്ക് അടച്ചു കിടന്നാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ. സയ്യിദ് ഹനീഫ, ഒരു മിനിറ്റ്. സയ്യിദ് ഹനീഫ തന്റെ ഉമ്മ കൂതറയെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതിനെന്താ സയ്യിദ് ഹനീഫ, നിന്റെ ഉമ്മയെ നമുക്ക് പരിചയപ്പെടുത്താമല്ലോ. ഡോണ്ട് പറയാ. സയ്യിദ് ഹനീഫയുടെ ഉമ്മയെ ഒന്ന് റീന, എന്റെ ഉമ്മ കൂതറയെ ഒന്ന് എല്ലാവരുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തി തരുമോന്നാ. മോനെ കൂതറയെന്ന് തന്നെയാണ് ഉമ്മയുടെ പേര്. കറക്റ്റായിട്ട് സ്പെല്ലിങ് എഴുതണേ. എനിക്ക് വായിക്കുമ്പം കൃത്യമായിട്ട് പറഞ്ഞ് ആൾക്കാരെ ബോധ്യപ്പെടുത്താനുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. അപ്പം നമ്മുടെ സയ്യിദ് ഹനീഫയുടെ ഉമ്മ ഒരു കൂതറയാണെന്ന്. അപ്പം ആ ഉമ്മ കൂതറയ്ക്ക് ഒരു ഹായ് പറയുമോ എന്നാണ് സയ്യിദ് ഹനീഫ ചോദിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സയ്യിദ് ഹനീഫ. കണ്ടല്ലോ. ഇനി ആ മോളുടെ പേരാണോ കൂതറയെന്ന് എനിക്കറിയത്തില്ല. സയ്യിദ് ഉമ്മയാണോ മോളാണോടാ? നീ കൂതറ മോളുടെ കാര്യമാണോ പറഞ്ഞ നീ സയ്യിദേ? എന്താണെങ്കിലും അവന്റെ മോളാണെന്നാ തോന്നുന്നു. ആ കൂതറയ്ക്കൊരു ഹായ് പറയുമോ എന്നാ ചോദിച്ചത്. അപ്പം ഹായ്, ഹലോ. ആ കൂതറ മോക്കൊരു ഹായ് പറഞ്ഞ് സമാധാനമാകുമല്ലോ നിനക്ക്, എൻ്റെ ഒരു ആശ്വാസത്തിന്. അപ്പൊ ഹലോ ഹലോ എന്ന് വേണം പറയാനാ പറഞ്ഞു. 2 സയ്യിദിന്റെ കൂതറ മോൾക്ക് ഒരു ഹലോ ഹലോ മതിയല്ലോ. സമാധാനമായല്ലോ മോനെ. അപ്പൊ ചെല്ല്. അപ്പൊ ഇനി കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് 2 നേരമേ ഭക്ഷണമുള്ളേ. അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം കൊതമതിന്റെ ആൾക്കാരെ നിങ്ങൾ പൊട്ടിത്തെറിച്ച് ചത്തവിടെ പോകാനായിട്ട്. ഇനിയിപ്പം 2 നേരം ഭക്ഷണമുള്ള സ്വർഗത്തിൽ പോണോ വേണ്ടയോ നിങ്ങൾ ചിന്തിക്കും. ഇനി അടുത്ത ആള് വരുന്നുണ്ട്. ഈ ഡാൻസ് എന്ന് പറയുന്ന പരിപാടി അത് ടീച്ചർമാരും മാഷുമാരും ആൺകുട്ടികളും പെൺകുട്ടികളും അതൊരുമിച്ച് അവരങ്ങനെ തുള്ളണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് അത് പറ്റൂല. അതുകൊണ്ട് സൂംബ ഡാൻസിന് ഒപ്പിച്ച ഒരു യൂണിഫോം ഉണ്ടാക്കും. അതിങ്ങനെ ആടിക്കളിക്കുന്ന തൂങ്ങിക്കളിക്കുന്ന ലൂസുള്ള ഡ്രസ്സൊന്നും ആ ഡാൻസിന് പറ്റൂല. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ഫിറ്റുള്ള ഡ്രസ്സ് വേണ്ടി വരും. എന്നിട്ടാണും പെണ്ണും തന്നെ ഒരുമിച്ച് തന്നെ അവിടെ കളിക്കും. അതുപോലെ തന്നെ അത് കൂടുകളോളമുള്ള തുള്ളലുകളാണ്. എപ്പെട്ട മുസ്ലിം അധ്യാപകന്മാരെ, മുസ്ലിം രക്ഷിതാക്കളെ, മുസ്ലിം ഉപ്പമാരെ, ഉമ്മമാരെ, വിദ്യാർത്ഥികളെ, നിങ്ങളതിന് ചേരണ്ട. നിങ്ങൾ അവിടെ പോകരുത്. അവിടെ കളിക്കാൻ വേണ്ടി പോകരുത്. നിങ്ങൾ പോകുമ്പോൾ എങ്ങോട്ടാ പോകണ്ടെന്നറിയാമോ? നിങ്ങൾ അവിടെ കളിക്കാൻ പോകരുത്. ഉമ്രയ്ക്ക് വേണം പോകാനായിട്ട്. അവിടെ ആവുമ്പോ പിന്നെ ഉടുതുണി ഇല്ലാതെ കിടന്ന് എന്തുവാ അവൻ അവിടെ കയറി പിടിച്ചാലും ഇവിടെ കയറി പിടിച്ചാലും ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഉമ്മമാരെ, പാപ്പമാരെ, ഉമ്രയ്ക്ക് പോകുന്നിടത്ത് പൊട്ടി നരങ്ങി കെട്ടിപ്പിടിച്ച് ചേർന്ന് ആണും പെണ്ണും ഒക്കെ അത് അവന്റെ കൈ താഴേക്ക് ഇറക്കി അങ്ങ് ഇട്ടിട്ട് പിടിക്കുന്നത്. ഇവിടെയൊക്കെ പോയി ആണും പെണ്ണും ഒരുമിച്ച് കിടന്ന് എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടിക്കോ. സുംബ ഡാൻസ് ഒന്നും പറ്റത്തില്ല. Stay away from paganism and come back to Jesus Christ. Imagine this. Your mother, your sister, or your wife is suffering abuse. Not for anything. അമ്മമാരെ ഉമ്മമാരെ എന്ത് ചെയ്യരുത്. നിങ്ങള് ഉമ്രയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യണം? ഇതൊക്കെ കാണിച്ചോ? അവിടെ കിടന്ന് എന്ത് ചെയ്യണം? കെട്ടിപ്പിടിക്കുകയോ ഡാൻസ് കളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഇവിടെ പറ്റത്തില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രശ്നം. ഓക്കെ, വേണ്ട. ഇത് അടുത്തത്. Music is haram. Music is haram. Music is haram. Music is clearly haram. Playing musical instrument or listening to musical instrument is not permitted. Prophet is the one who told us that music is haram. Music haram? The musical instruments are haram. Musical instruments are impermissible in Islam. നമുക്ക് ഹറാമാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഹറാമാണ്. അപ്പൊ ഈ ഹറാമിലൂടെയാണ് നമ്മളിപ്പോ കൊതമതിനെ ഏറി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കിതെല്ലാം ഹറാമാണ് പ്രിയ സഹോദരങ്ങളെ. ഹറാം.
ഇനി അടുത്തത് പിടിച്ചോ. നല്ല മദ്യം അല്ലാഹു സ്വർഗത്തിൽ ചെന്ന് കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇപ്പൊ അടി നിർത്തി വല്ലപ്പോഴേ ഉള്ളൂ, വല്ല ഉത്സവ ദിവസങ്ങളിൽ, അതായത് ഓണം, സംക്രാന്തി, വിഷു, മകരം, കുംഭം, മീനം, ഇങ്ങനത്തെ ദിവസങ്ങൾ. പിന്നെ മരണം, അടിയന്തരം, ജാവാൻകുട, 28 അങ്ങനത്തെ ചടങ്ങ്. പിന്നെ ആരെങ്കിലും ഗൾഫിൽ പോയാൽ അങ്ങനെ, തിരിച്ചു വന്നാൽ അങ്ങനെ, പിന്നെ വന്നില്ലെങ്കിൽ അങ്ങനെ, പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലാത്തപ്പോ ഇങ്ങനെ, അങ്ങനെയുള്ള ചില ദിവസങ്ങൾ അടിയുള്ളൂ. പലരും സംശയത്തിലാണ് ഈ പറഞ്ഞത്. ഇത് ശരിയായ മുസ്ലിയാർ തന്നെയാണോ? അല്ല, മുസ്ലിയാർ കറക്റ്റാ. നല്ല ഒന്നാം തരം മദ്യമുണ്ട് എന്ന് ഖുർആൻ. എന്തായി എല്ലാവരും റെഡിയായിക്കൊണ്ടിരിക്കുന്നേ. നമ്മൾ ഏറി കേട്ടേണ്ട പ്രിയ സഹോദരങ്ങളെ, അവര് തനി കയറ്റിക്കോളും. ഒന്നാം തരം സാധനം സ്വർഗത്തിൽ കിട്ടും. അവിടെ ചെന്നിട്ട് കുടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കണ്ടോ, അവിടെ ചെന്ന് കുടിക്കാനുള്ള തൗഫീഖ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കുടിക്കരുത്, വലിയ വലിയ തല ഇറത്താൽ മതി. അവിടെ ചെന്ന് കുടിക്കാനുള്ളതൊക്കെ തന്നോളൂ. തനിക്ക് നേരത്തെ പറഞ്ഞോളൂ, അതൊക്കെ അങ്ങനെ നേരത്തെ പറയാൻ പറ്റുമോ? ഇത് ട്രേഡ് സീക്രട്ട്. മദ്യം നല്ല മദ്യം അവിടെ ചെന്ന് കുടിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട. പിന്നെ മലയാള മാസം കുംഭം, മീനം, മേടം, വൃശ്ചികം, ധനു, മകരം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന മലയാള മാസങ്ങൾ അതിന് ജന്മം കൊടുത്തത് കൊല്ലത്ത് വെച്ചാണ്. കൊല്ല വർഷം എന്നതിനെ പറയുന്നത്. ഉറപ്പിച്ച പിന്നെ എക്കിനിടുന്ന് പറഞ്ഞ് കൈ കൊടുത്തതിനാ ഈ എക്കെന്ന് പറഞ്ഞ മുട്ട. അപ്പൊ എഗ്രിഡ് അങ്ങനെ കല്യാണമാകും. പിന്നെ മലയാള മാസം കുംഭം, മീനം, മേടം, വൃശ്ചികം, ധനു, മകരം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന മലയാള മാസങ്ങൾ അതിന് ജന്മം കൊടുത്തത് കൊല്ലത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് കൊല്ല വർഷം എന്നതിനെ പറയുന്നത്. കൊല്ലംകാരെ പറയിപ്പിക്കാൻ ഇങ്ങനെയും ഒരു എജാതി കൂതറയെന്ന് നോക്കിക്കോണ്ടേ. കൊല്ലവർഷം എന്ന് പേരിട്ടിരിക്കുന്നത് കുംഭം, മേടം, വൃശ്ചികം എന്നൊക്കെ പറഞ്ഞ് മലയാള മാസങ്ങൾക്ക് കൊല്ലവർഷം എന്ന് പേരിട്ടിരിക്കുന്നത് കൊല്ലത്തി വെച്ചത്. മറ്റവൻ പറഞ്ഞില്ലേ, ജ്യൂസ് 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 കുടിക്കരുത്, ജ്യൂസ് ഉണ്ടാക്കിയത് ജൂതന്മാർ എന്ന് പറഞ്ഞതുപോലെ കുംഭം, മേടം, ഇടവം, വൃശ്ചികം എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടാ കൊല്ലവർഷം എന്ന് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് അത് കൊല്ലത്തുനിന്നാണ് എന്ത് ചെയ്യുന്നത്, ജന്മം എടുത്തിരിക്കുന്നത്. നമ്മുടെ കോതമതിന്റെ ആൾക്കാരല്ലേ. ബുദ്ധി റോക്കറ്റാ, റോക്കറ്റ് റോക്കറ്റ്. ഇനി അടുത്തത് കേട്ടോ. ചരിത്രം പഠിക്കണം. ആയിഷ ബീവിയുടെ ഖദ്ദാമയായ ഒരു പെണ്ണുണ്ടായിരുന്നു, ഖദ്ദാമ. ഖദ്ദാമ എന്ന് പറഞ്ഞ സിനിമയല്ല പറയുന്നത്, ഖദ്ദാമ. ആയിഷ ബീവിയുടെ ഖദ്ദാമ, ഖാദിമത്ത്, വൃത്യ. ആയിഷ ബീവിക്ക് ഖിദ്മത്തെടുക്കാൻ ഒരു പെണ്ണുണ്ടായിരുന്നു, വൃത്യ, ഒരു വേലക്കാരൻ. അവളൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മൂത്രമൊഴിച്ചു വെക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അറ്റൻഷന് ബാത്റൂം ഒരു കേവലം ഒരു സാധാരണ മനുഷ്യനാണോ മുഹമ്മദ് നബി? എത്ര എത്ര തെളിവുകൾ നമുക്ക് വീണ്ടും നിരത്താം. പറഞ്ഞില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഒരു വൃദ്ധയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു ദിവസം റസൂലുള്ള മൂത്രമൊഴിച്ചു പാത്രം രാത്രി മൂത്രമൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച പാത്രം എടുത്ത് കുടിച്ചു. അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ കുടിച്ചത്. അവളുടെ വയറുവേദന നിന്നുപോയി. നേരം പ്രവാചകന്റെ മൂത്രം കുടിക്കുന്നത് വരെ നമ്മളേറി കേട്ടണം പ്രിയ സഹോദരങ്ങളെ. ഉസ്താദുമാര് നിരന്നിരിക്കുമ്പോ നിങ്ങൾ എന്നെ വന്ന് തെറി വിളിച്ചിട്ട് കാര്യമുണ്ടോ? റീന ഇനി ഏറി കേട്ടണം. ഞങ്ങൾ തന്നെ ഏറി കേറ്റിക്കോളൂ. ഉസ്താദ് റീന ഇനി ആരെ ഏറി കേറ്റാൻ നിൽക്കരുത്. ഞങ്ങൾ തന്നെ. വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാനിങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പാക്കണേ. പെണ്ണിനോട് റസൂലുള്ള വിളിച്ചു പറഞ്ഞത്, നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത് കാക്കപ്പെട്ടു. റസൂലിന്റെ മൂത്രം കുടിച്ചതോടുകൂടി ശരീരം മുഴുവനും നരകത്ത് പോകാതെ രക്ഷപ്പെട്ടൊരു ഹൂറിയാകാനുള്ള യോഗ്യത അവർക്ക് കിട്ടി. ഇവന്മാരാണ്, ഈ വൃത്തികെട്ട മക്കളാണ് പിന്നെ ഗോമൂത്രം കുടിക്കുന്നതിനെ ചൊല്ലി കളിയാക്കി സംഘികളെ ഗോമൂത്രം കുടിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നത്. റസൂലിന്റെ മൂത്രം കുടി പോലും ഇവന്മാർക്ക് എന്ത് ചെയ്യാണ്, എന്തുവാ, ഹലാലാണ്.
റസൂലിന്റെ മൂത്രം രാത്രിയിൽ പോയി ഒരു പാത്രത്തിനകത്ത് ഒഴിച്ചു വെച്ച മൂത്രം വേലക്കാരി എടുത്ത് കുടിച്ചിട്ട് വയറുവേദന സഹിക്കാൻ പോയപ്പോ വേറൊരു മരുന്നും കിട്ടില്ല. നോക്കിയപ്പോ റസൂല് മൂത്രം ഒഴിച്ചു വെച്ചതല്ലേ, എന്നാ പിന്നെ അതങ്ങ് കുടിച്ചേക്കാം. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇതുപോലെ തീട്ടം തിരക്കി പോയിട്ടുണ്ട് ഇവന്മാര് റസൂലിന്റെ തീട്ടം തിന്നാൻ വേണ്ടിയിട്ട്. അവസാനം റസൂല് തൂർന്ന സ്ഥലത്ത് പോയി ഇങ്ങനെ കാത്തിരുന്നു. റസൂൽ ഇപ്പൊ തൂറും ആ തീട്ടം പറക്കി തിന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാത്തിരുന്നപ്പോഴത്തേക്കും ഭൂമി നോക്കിയപ്പോഴുണ്ടല്ലോ, അങ്ങനെ ഇപ്പൊ നിങ്ങൾ തിന്നണ്ട ഞങ്ങൾ തിന്നോളാന്ന് പറഞ്ഞു ഭൂമി രണ്ടായിട്ട് പിളർന്ന് റസൂലിന്റെ തീട്ടം എടുത്തോണ്ട് പോയെന്നാ കഥ ഇവന്മാരുടെ പുസ്തകത്തിനകത്ത്. ഇത്രയും വൃത്തികെട്ട മൂത്രം കൂടി കഥ ഇരുന്നിട്ട് പോലും അടുത്തവരെ പറയാൻ വേണ്ടി വരുന്നത്, എടാ ഒന്നുമില്ലെങ്കിലും പശുമൂത്രം കുടിക്കുന്നത്, അത് വല്ല കഴിക്കുന്നത് വല്ല പുല്ലോ ഒക്കെ ആയിരിക്കും അത് കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ കൊതമത് കഴിക്കുന്ന അതല്ലല്ലോ, ആ കൊതമതിന്റെ മൂത്രമല്ലേ എടുത്ത് വെച്ച് കുടിച്ചത്. ഇത് ഞാനാണോ പറഞ്ഞേ? തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉസ്താദിനെ പോയി അവിടെ നിങ്ങൾ തെറി വിളിക്കേ. ഇതാ വേണമെങ്കിൽ ഒന്നൊരു കേൾപ്പിക്കാം. പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് നരകത്തിൽ നിന്ന് കാക്കപ്പെട്ടു. ആഹാ, രക്ഷയില്ല. നമ്മുടെ കൗമന്ന നമ്മളാണ്. ചരിത്രം പഠിക്കണം. ആയിഷ ബീവിയുടെ ഖദ്ദാമയായ ഒരു പെണ്ണുണ്ടായിരുന്നു, ഖദ്ദാമ. ഖദ്ദാമ എന്ന് പറഞ്ഞ സിനിമയല്ല പറയണത്, ഖദ്ദാമ ജോലിക്കാരി, ഖാദിമത്ത്, വൃത്തിയ. ആയിഷ ബീവിക്ക് ഖിദ്മത്തെടുക്കാൻ ഒരു പെണ്ണുണ്ടായിരുന്നു, വൃത്തിയ, ഒരു വേലക്കാരൻ. അവളൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രിയില് മൂത്രം ഒഴിച്ചു വെച്ച സമയത്ത് ഇന്നത്തെ പോലെ അറ്റൻഷൻ ബാത്റൂം വന്നു. ഒരു കേവലം ഒരു സാധാരണ മനുഷ്യനാണോ മുഹമ്മദ് നബി? എത്ര എത്ര തെളിവുകൾ നമുക്ക് വീണ്ടും നിരത്താം. പറഞ്ഞില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഒരു പ്രത്യേകമായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു ദിവസം റസൂലുള്ള മൂത്രമൊഴിച്ച് പാത്രം രാത്രി മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിഷാന്റെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച പാത്രം എടുത്ത് കുടിച്ചു. അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ കുടിച്ചത്. അവളുടെ വയറുവേദന നിന്നുപോയി. നേരം വെളുത്തപ്പോ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പാക്കണേ. ആ പെണ്ണിനോട് റസൂലുള്ള വിളിച്ചു പറഞ്ഞത്, നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത് കാക്കപ്പെട്ടു. ടെക്നോളജിയാ നോക്കിക്കോളണേ, ടെക്നോളജിയുടെ വളർച്ച എത്രമാത്രം ഉണ്ടെന്ന്. കൊതമ്മദിന്റെ അലവലാദിസല്ല, റസൂൽ അലവലാദിസല്ലത്തിന്റെ മൂത്രം കുടിച്ച് വയറുവേദന മാറിയതിനെ സ്വർഗത്ത് പോകാനുള്ള യോഗ്യതയായിട്ട് കാണുന്ന കൊതമതക്കാരാണ് നാട്ടുകാരെ പറയാൻ നടക്കുന്നത്. ഇനി അടുത്തത് നോക്കിക്കോ. സുംബ ഡാൻസ്, ലീഗുകാരുടെ സുംബ ഡാൻസ്. ആ പാട്ട് ശ്രദ്ധിക്കണേ. ഓരോ വീട്ടിലും കക്കാൻ കയറുമ്പം എന്തരാഹ്ലാദം, കട്ട മുതൽ വിറ്റ് തീരുമ്പോ എന്തരാശ്വാസം. പോലീസ് സമ്മതം തന്നാട്ടെ, ഞങ്ങള് കട്ട മുതലും കൊണ്ടുപോയിക്കോട്ടെ. രാത്രി മുഖം മൂടി ധരിച്ച് ജനലമ്പി അഴിച്ച് ഓടുകൾ ഇളക്കി അതിലൂടെ വീട്ടിൽ കയറൽ റിസ്ക്കുള്ള പണിയല്ലേ. ഓരോ വീട്ടിലും കക്കാൻ കയറുമ്പം എന്തരാഹ്ലാദം, കട്ട മുതൽ വിറ്റ് തീരുമ്പോ എന്തരാശ്വാസം. പോലീസ് സമ്മതം തന്നാട്ടെ, ഞങ്ങള് കട്ട മുതലും കൊണ്ടുപോയിക്കോട്ടെ. ഇതാണ് നമ്മുടെ എന്താ പറഞ്ഞേ കൊതമതിന്റെ സുംബ ഡാൻസ്. നീ അടുത്തത് കേട്ടോ. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ ദിവസം ഹഫ്സയുടെ ഭാര്യ ഹഫ്സയുടെ വീട്ടിലേക്ക് പോകേണ്ട കോട്ടയായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ ഹഫ്സ വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കും പ്രവാചക അലവലാദി സല്ലത്തിന് ഹഫ്സയുടെ ജോലിക്കാരിയെ കണ്ടപ്പോൾ കാമം തോന്നി കൊതഭോഗം നടത്താൻ ശ്രമിച്ച കഥയാണ് വെളുപ്പിക്കുന്നത്. നിങ്ങൾ കണ്ടോ എങ്ങനെയാണ്? ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്, പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. ഒരു പ്രവാചകനോട് പ്രവാചകന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുക, ഈ തെമ്മാടിത്തരം, ഈ പോക്കർത്തനം കാണിക്കരുത്, നിങ്ങൾ കാണിച്ചത് മഹാപോക്കർത്തനമാണ് എന്ന് ഒരു പ്രവാചകനോട് പ്രവാചകന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കേണ്ട ഗതി. അത് എന്തിതോടെയാ ഇവന്മാര് പറയുന്നേ? ഹഫ്സലല്ല അലി വസല്ലം ഹഫ്സയുടെ വീട്ടിന്റെ പോയപ്പോഴത്തേക്കും ഹഫ്സ ആരടുത്ത് പോയി? അപ്പന്റെ വീട്ടിൽ പോയി മടങ്ങി വന്നപ്പോഴത്തേക്കും പ്രവാചകൻ നമ്മുടെ മുത്തനബി അലവലാദി സല്ലം വേലക്കാരി എടുത്തു വെച്ചിട്ട് കളി നടത്തുകയാണ്. ഇതൊക്കെ പറയുന്നവന്മാരുടെ ഒരു ദൈവം ഇവന്മാർക്കല്ലാണ്ട് വേറെ ആർക്കും പറ്റും? പ്രിയ സഹോദരങ്ങളെ, തങ്ങളുടെ ഏറ്റവും ഹബീബായ മുത്ത് തങ്ങള് ഇങ്ങനത്തെ ഒരു കൂതറയാണെന്ന് പച്ചയ്ക്ക് പറയാൻ ഇവന്മാർക്കല്ലാതെ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. മറ്റ് സഹോദരങ്ങൾ ഇത് നിങ്ങൾക്ക് എന്താണ് പ്രിയ സഹോദരങ്ങളെ വേണ്ടത്? പാത്രത്തിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ഈച്ച വീണാൽ നിങ്ങൾ ആ ഈച്ചയെ മുക്കിയിട്ട് പുറത്തേക്ക് എടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് കാരണം? ഈച്ചയുടെ ഒരു ചിറകിൽ രോഗമുണ്ടെങ്കിൽ മറ്റേ ചിറകിൽ അതിനുള്ള ഔഷധം. കണ്ടുപിടുത്തവേ ടെക്നോളജിയാ. നിങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാത്രത്തിനകത്തൊരു ഈച്ച വീണ് കഴിഞ്ഞാൽ, ഒരു ഈച്ച ഇങ്ങനെ ചറിഞ്ഞ് ഒരു ചിറക് കൊണ്ടായിരിക്കും ചിലപ്പോൾ വീണതെങ്കിൽ, നിങ്ങൾ ഈച്ച എടുത്ത് ഇങ്ങനെ മുക്കണം. 2-3 മുക്കി ഇങ്ങനെ മുക്കിയിട്ട് 2 ചിറകും കൂടി അതിനകത്തോട്ട് മുക്കണം. എന്തുകൊണ്ടാണ്? ടെക്നോളജിയാ, കൊതമതിന്റെ ടെക്നോളജിയാ. ഒരു ഈച്ചയുടെ ഒരു ചിറകിനകത്ത് രോഗം ഇരിക്കുമ്പോൾ ആ ഈച്ചയുടെ മറു ചിറകിനകത്ത് അതിനുള്ള മരുന്നും കൂടി ഇരിപ്പുണ്ട്. അപ്പം ഈച്ച ചരിഞ്ഞ് അതിനകത്തോട്ട് മുക്കിക്കഴിഞ്ഞാൽ ഒരു രോഗം വരും ഒരു സൈഡിലുള്ള. അപ്പൊ ഇതിനകത്ത് ഏത് ചിറകിലാണ് രോഗം, ഏത് ചിറകിലാണ് സൗഖ്യം, അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഈച്ച ഏത് ഭാഗം കൊണ്ട് വീഴണം? ഇടതുവശം കൊണ്ട് വീഴണോ അതോ വലതുവശം കൊണ്ട് വീഴണോ? രോഗം ചികിത്സിക്കാനുള്ള മരുന്നാണ് വീഴുന്നെങ്കിൽ പിന്നെ എന്തിനാ രോഗത്തെയും കൂടി മുക്കുന്നത്? അല്ല, രോഗമാണ് ഉള്ള ചിറകമാണ് വീഴുന്നതെങ്കിൽ നമുക്ക് മരുന്ന് മുക്കിയെടുക്കാം. പക്ഷെ മരുന്നുള്ള ചിറകാണ് മുങ്ങുന്നതെങ്കിൽ പിന്നെ എന്തിനാ രോഗത്തെയും കൂടി മുക്കുന്നത്? അങ്ങനെ മുക്കിയെടുത്തിട്ട് വേണം ആ ചായ കുടിക്കാനെന്നാ പറയുന്നത്. ടെക്നോളജിയാ. അതുകൊണ്ട് ഈച്ച ഒരു ചിറക് കുത്തിയിട്ടാണ് വെള്ളത്തിൽ വീഴുക. അതുകൊണ്ട് നീ എന്ത് ചെയ്തോ? അതിനെ മുഴുവൻ മുക്കിയിട്ട് പുറത്തേക്ക് എറിഞ്ഞോ. ചക്കരക്കുടം കണ്ട അരിക്കാത്ത ഈച്ചകളുണ്ടോ? അരിക്കാത്ത ഈച്ച ആഫ്രിക്കയിലുണ്ട്, മണിയനീച്ച. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. പാത്രത്തിൽ നിങ്ങൾ കുടിക്കുന്ന സഹീഹ് ബുഖാരിയിലെ ഹദീസ് സാദാ ഹദീസ് അല്ല പ്രിയ സഹോദരങ്ങളെ, ഇത് സാദാ ഹദീസ് അല്ല, സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. ഈച്ച ചരിഞ്ഞിങ്ങനെ വീണ് കഴിഞ്ഞാൽ, ഈച്ച ചില സമയത്ത് മോഹൻലാലായിട്ടായിരിക്കും വീഴുന്നത് വെള്ളത്തിനകത്തോട്ട്. അപ്പൊ നിങ്ങൾ ഈച്ചയെ എന്ത് ചെയ്യണം? മമ്മൂട്ടിയായിട്ട് മാറ്റണം. മനസ്സിലായോ? ഈച്ച ചരിഞ്ഞ് മോഹൻലാലിനെ പോലെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈച്ചനെ മമ്മൂട്ടിയാക്കണം. ഇങ്ങനെ 2 കൈയും കൊണ്ട് ഇങ്ങനെ മമ്മൂട്ടിയായിട്ട് കുത്തി ഇളക്കി പൊക്കിയെടുത്തോണ്ട് വന്നിട്ട് ചായ എടുത്താണെങ്കിൽ കുടിക്കുക. അതോടുകൂടി നിങ്ങളുടെ രോഗമെല്ലാം മാറും. ടെക്നോളജിയാ കൊതമതിന്റെ. ഇതൊക്കെയാണ് ശാസ്ത്രത്തിന്റെ പുരോഗതി എന്നൊക്കെ പറയുന്നത്. കൊതമതിന്റെ ശാസ്ത്രം ഭയങ്കര ഫേമസ് ആയി കിടക്കുന്നതിന്റെ പിന്നെ കാരണം ഇതാണ്. വെള്ളത്തിൽ ഒരു ഈച്ച വീണാൽ നിങ്ങൾ ആ ഈച്ചയെ മുക്കിയിട്ട് പുറത്തേക്ക് എടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് കാരണം? ഈച്ചയുടെ ഒരു ചിറകിൽ രോഗമുണ്ടെങ്കിൽ മറ്റേ ചിറകിൽ അതിനുള്ള ഔഷധവുമുണ്ട്.
അതുകൊണ്ട് ഈച്ച ഒരു ചിറക് കുത്തിയിട്ടാണ് വെള്ളത്തിൽ വീഴുക. അതുകൊണ്ട് നീ എന്ത് ചെയ്തോ അതിനെ മുഴുവൻ മുക്കിയിട്ട് പുറത്തേക്ക് എറിഞ്ഞോ. ചക്കരക്കുടം കണ്ട അരിക്കാത്ത ഈച്ചകളുണ്ടോ? അരിക്കാത്ത ഈച്ച ആഫ്രിക്കയിലുണ്ട് മണി. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. അതാ സുഹൈബ് ബുഖാരിയുള്ള ഹദീസ് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ. പിന്നെ ഇതിൽ കവിന് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ പ്രിയ സഹോദരങ്ങളെ? ഒരു മിനിറ്റ്, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ തപ്പി. തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളതെല്ലാം നിറച്ചു എടുത്തിട്ട് ഞങ്ങൾ വരാം. തൽക്കാലം ഇത്രയൊക്കെ കണ്ടാൽ മതി നിങ്ങൾ. ഇത് തന്നെ ധാരാളം, വയറ് നിറച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹദീസായ ഹബീബ് തങ്ങൾ ടെക്നോളജി പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി കണ്ടോ നിങ്ങൾ? ഇതൊക്കെ തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ഇവന്റെ കൊതമതത്തെ ഏറി കയറ്റാനുള്ള കാരണമെന്ന് പറയുന്നത്. എന്നിട്ട് സകല യഹൂദന്മാരെയും കണ്ട കൊന്നൊടുക്കാനുള്ള വിഭ്രാന്തിയും ആക്രാന്തവും മൂത്ത് എല്ലാ യഹൂദന്മാരെയും കൊല്ലുക എന്ന് പറയുമ്പോൾ ആ പറയുമ്പോഴുള്ളൊരു അവന്മാരുടെ ഒരു വിറയലുണ്ടല്ലോ, അത് സത്യമാ. ഹബീബായ തങ്ങളുണ്ടല്ലോ, ഹബീബായ തങ്ങള്. വേറൊരെണ്ണമുണ്ട് രസകരമായ ഒരു സംഭവം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നിന്റെ ഭാര്യയുമായി നടന്നു പോകുമ്പോൾ ഹബീബായ തങ്ങൾക്ക് നിന്റെ ഭാര്യയെ കണ്ടു കഴിഞ്ഞ് ത്വതഭോഗം നടത്താൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിന്റെ ഭാര്യയെ നീ തലാക്ക് ചൊല്ലി ഹബീബായ തങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം. ആഹാ, എന്ത് ഇങ്ങനെയും ഒരു പ്രവാചകനെ അപ്പോ കിട്ടാനായിട്ട് എന്ത് ദൈവം കൊടുത്തു വെച്ച പിള്ളേര്. കൊതമതിന്റെ ആൾക്കാരെല്ലാം നമ്മുടെ സയ്യിദ് ഹനീഫ ചോദിക്കുകയാണ്, ഈ കൊച്ചിന് പറ്റിയ മുറിയണ്ടി വല്ലതും ഉണ്ടോന്ന്, ഹാഫ് അണ്ടി വല്ലതും ഉണ്ടോന്ന് പറഞ്ഞ് ചോദിക്കുവാണ്. ആർക്ക്? സയ്യിദ് ഹനീഫ. നിന്റെ കൊച്ചുമോക്കോ നോക്കട്ടെ, അവക്ക് പറ്റിയ ഹാഫ് അണ്ടി വല്ല ഇവിടെ ഉണ്ടോന്ന് പറഞ്ഞ് നോക്കട്ടെ. പ്രൊഫൈല് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുണ്ടന്മാർ വല്ലതും വരുമായിരിക്കും, മലപ്പുറത്തുനിന്നും കോഴിക്കോടുനിന്നും. ഞാൻ ഇപ്പൊ കാണിക്കാം, ഡോണ്ട് വറി കേട്ടാ. നിന്റെ മോക്ക് വേണ്ടിയിട്ടുള്ള ഹാഫ് അണ്ടിയല്ലേ, നമുക്ക് കാണിക്കാം. ദാ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കൊച്ചിന് വേണ്ടിയിട്ട് സയ്യിദ് ചോദിക്കുകയാണ്, ഹാഫ് അണ്ടി വല്ലതും ഉണ്ടോ, മുറിയണ്ടി വല്ലതും ഉള്ള മുറിയന്മാര് വല്ലതും ഈ പേജിലുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പൊ സയ്യിദ് ഹനീഫേ, സയ്യിദ് ഹനീഫേ, നിന്റെ പേരെന്താ? സയ്യിദ് ഹനീഫ. അപ്പം ഈ പെങ്കൊച്ചിന് പറ്റിയ മുറിയണ്ടികൾ ഉണ്ടോ എന്ന് എന്റെ പേജിലല്ല നീ ഇടേണ്ടത്. ഇതിന് പറ്റിയ മുറിയണ്ടികളെ തിരക്കി പോണെങ്കിൽ ഉസ്താദുമാർ നേരത്തെ ഇരുന്ന് കരയുന്ന കരച്ചിൽ കണ്ടില്ലേ, അവരുടെ പേജിൽ പോയിട്ട് ഈ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് പറയണം, ഇതിന് പറ്റിയ മുറിയണ്ടി വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് തരൂ, എന്റെ മോളുടെ കടി ഒന്ന് തീർത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ഫോട്ടോ ഇട്ട് മോൻ ചെല്ല്. ഇവിടെ നിന്ന് കരയാതെ, ഇവിടെ എന്തുവാ കോയന്മാരൊക്കെ വന്ന നിലം തൊടാതെ ഓടുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നിൽക്കത്തില്ല. അതുകൊണ്ട് നിനക്ക് നിന്റെ മോളുടെ നിന്റെ മോക്ക് പറ്റിയ മുറിയണ്ടികളെ തിരക്കി പോകണമെന്നുണ്ടെങ്കിൽ നീ പോകേണ്ടത് നല്ല വൃത്തിയാണ് എന്തുവാ ഈ നേരത്തെ പറഞ്ഞ ഉസ്താദുമാരുടെ പേജിൽ പോയിട്ട് ഈ പെങ്കൊച്ചിന്റെ ഫോട്ടോയും ഇട്ട് കൊടുത്തിട്ട് പറ, എന്റെ മോക്ക് 6 വയസ്സായി, ഇപ്പൊ 9 വയസ്സായിട്ടുണ്ട്, കറക്റ്റ് മുറിയണ്ടി കയറാൻ പാകത്തിനായിട്ടുണ്ട്. 6 വയസ്സല്ലേ ഉള്ളു പ്രശ്നം, 9 വയസ്സായിട്ടുണ്ട്, മുറിയണ്ടി കയറാൻ പാകത്തിനായിട്ടുണ്ട്, എന്റെ മോക്ക് പറ്റിയ മുറിയണ്ടി ഉണ്ടോന്ന് പോയി അവിടെ പോയി തിരക്ക്. എന്റെ അടുത്തൊന്നും ചോദിച്ചാലൊന്നും ഇവിടെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് മോനെ. ചെല്ല് സയ്യിദേ ഹനീഫ. കേട്ടവന്മാരെ പേജിനകത്ത് വന്ന് കിടന്നങ്ങ് അടി കൊണ്ടാലും കിടന്ന് കരഞ്ഞ്
അടി കൊണ്ടാലും കിടന്ന് കരഞ്ഞ് എരന്ന് അടി മേടിക്കുന്ന ഒരു തരം എന്തുവാ സൈക്കോകള്. അവന് മുറിയണ്ടി വേണോ അവന്റെ മോക്ക്? അതിന് എന്നടുത്തുനിന്നാണോ നിന്റെ മോളുടെ മോക്ക് പറ്റിയ മുറിയണ്ടി തിരക്കി വരുന്നത്? നിന്റെ മോക്ക് പറ്റിയ മുറിയണ്ടി എന്നോടല്ല സൈഡിൽ ചോദിക്കേണ്ടത്. ഡോണ്ട് ചെല്ല്. പോയി വേറെ വല്ല പണിയുണ്ടെങ്കിൽ ചെല്ല് നോക്ക്. ചെല്ല്. കുറച്ച് നേരം കൊണ്ട് നീ കിടന്ന് ചൊറിയുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരുക. ഇതിപ്പോൾ കട്ടാവും. ഞാൻ ചാർജ് തീരുന്നത് കൊണ്ട് ഞാൻ കട്ടായി പോവുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് പെർസെൻറ്റേജേ ഉള്ളൂ ചാർജ്. ഫോൺ ഓഫായി പോകുന്നതിന് മുമ്പേ ഞാൻ ചാർജ് ഒന്ന് കുത്തിയിട്ടെ. അപ്പോൾ എല്ലാവർക്കും ലഹിത്രോത്ത്.